കുന്തിയുടെ കഥയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുൻപ് മഹാഭാരതത്തിലെ മാതൃഭാവങ്ങളെ കുറിച്ച്. നമുക്ക് മഹാഭാരതം എന്ന് പറയുമ്പോൾ രാമായണം പോലെ അല്ല മഹാഭാരതം. ഏതാണ്ട് 1500 പരം വളരെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളും അതിലേതാണ്ട് 159 സ്ത്രീ കഥാപാത്രങ്ങളുമാണ് മഹാഭാരതത്തിൽ. അത് പ്രധാനപ്പെട്ടവയെ മാത്രമേ എടുത്തു പറയുന്നുള്ളൂ. 159. അതിൽ മാതാവിന്റെ ധർമ്മം ചെയ്തവര്. ഭാരതീയ സംസ്കാരം എന്നും മാതാവിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ളതാണ്. മാതൃദേവോ ഭവ, അമ്മയാണ് ദൈവം, അച്ഛനാണ് ദൈവം, അതിഥിയാണ് ദൈവം. ഇവരെയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ദൈവം. ഈശ്വരൻ കാണപ്പെട്ട ദൈവമാണ് അമ്മ. സ്വന്തം പ്രാണൻ പകുത്തു നൽകുന്നവൾ ആരോ അവളാണ് മാതാവ്. കാമത്തിനും മാംസവാസനകൾക്കും അടുക്കുവാൻ പറ്റാത്തതായിട്ടുള്ള ഒരേ ഒരു വ്യക്തിത്വമാണ് അമ്മ. ആ അമ്മ എന്ന ഭാരതം എന്നും സ്ത്രീകളെ അമ്മയായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് മാതൃദേവോ ഭവ എന്ന് ആദ്യമേ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ അമ്മയുടെ മാഹാത്മ്യം വർണ്ണിക്കുവാൻ വേദങ്ങൾ മുതലേ ഉണ്ട്. വേദങ്ങളാണ് നമുക്ക് ഇവയുടെ എല്ലാം അറിവുകൾ നമുക്ക് തന്നത്. എങ്കിലും നമുക്കത് ഗ്രഹിക്കുവാൻ പറ്റാത്തതായതുകൊണ്ടാണ് നമ്മൾക്ക് ഈ പുരാണങ്ങളും ഇതിഹാസങ്ങളും നൽകിയത്. അതിൽ മഹാഭാരതവും രാമായണവും അമ്മമാരെ പ്രകീർത്തിക്കുന്നതാണ്. രാമായണത്തിൽ നമ്മൾ 3 അമ്മമാരെ, വ്യത്യസ്ത തലങ്ങളിലുള്ള അമ്മമാരെ കണ്ടിരിക്കുന്നു. അതിൽ കൗസല്യയുടെ പ്രാർത്ഥന ഞാൻ എല്ലായിടത്തും പറഞ്ഞു കൊടുക്കാറുണ്ട്. ആ പ്രാർത്ഥന മതി നമ്മുടെ മക്കൾക്കൊരു സുരക്ഷാ കവചമായി മാറുവാൻ. എങ്ങനെയാണ് സുമിത്ര തന്റെ മകനെ പാഥേയം നൽകി കാട്ടിലേക്ക് അയച്ചതെന്നും, എങ്ങനെയാണ് കൈകേയി എന്ന അമ്മ സ്വാർത്ഥതയോടുകൂടി തന്റെ മകന് സിംഹാസനം വേണമെന്ന്, അതിൽ എങ്ങനെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റും? സ്വാർത്ഥത. നമ്മുടെ മക്കളോടൊക്കെ നമുക്ക് സ്നേഹം കൂടുതലാണ് എപ്പോഴും. അങ്ങനെ 3 വ്യത്യസ്ത തലത്തിലുള്ള അമ്മമാരെ നമുക്ക് കാണാം. പക്ഷെ മഹാഭാരതത്തിൽ വരുമ്പോൾ നമുക്ക് അമ്മമാരെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് പറയുവാനായി 2 പേരെയാണ് എടുത്തു കാണിക്കുന്നത് വ്യാസഭഗവാൻ. കുന്തി ദേവിയെയും കൗരവരുടെ അമ്മയെയും. ഈ 2 പേരും നമ്മൾക്ക് തരുന്ന സന്ദേശങ്ങൾ എന്താ? അതിനു മുൻപ് ഗംഗാദേവിയെയും അമ്മയായിട്ട് ഭീഷ്മരുടെ അമ്മ, കൂടാതെ സത്യവതി, കൗരവരുടെയും പാണ്ഡവരുടെയും ആ മാതാവായിട്ട് അമ്മുമ്മയുടെ സ്ഥാനം വഹിക്കുന്ന സത്യവതി, അങ്ങനെ പലരെയും നമ്മൾ അമ്മമാരുടെ ഇതിൽ കാണുന്നുണ്ടെങ്കിലും നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അമ്മയായിട്ട് നമുക്ക് കാണാവുന്നത് കുന്തി ദേവിയെയാണ്. കുന്തി ദേവി ആരാണ് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. കുന്തിയുടെ തുടക്കം എങ്ങനെയാണെന്ന് ആലോചിക്കണം. കുന്തി എങ്ങനെയാണ് പത്നിയായ മാദ്രിയോട് പെരുമാറിയതെന്ന് ആലോചിക്കണം. എങ്ങനെയാണ് കുന്തി തന്റെ മക്കളെ ഒരു ചരടിൽ കോർത്ത ഒരു മാല പോലെ തന്റെ കഴുത്തിൽ അണിയിച്ചുകൊണ്ട് നടന്നതെന്ന് നമ്മൾ അമ്മമാര് പഠിക്കണം. കുന്തിയുടെ ജീവിതം അത്രയ്ക്ക് മനോഹരമായിട്ടാണ് മുൻപോട്ട് പോകുന്നത്. കഠിനമായ പ്രയാസങ്ങൾ ഉണ്ടായിട്ടും അവയെയൊക്കെ അതിജീവിച്ച് മുൻപോട്ട് പോയ കുന്തിയെ നമ്മൾ സ്മരിക്കാതെ പറ്റില്ല. കുന്തിയുടെ ജീവിതം തുടങ്ങുന്നത്, കുന്തിയുടെ അച്ഛന്റെ പേര് ശൂരസേനൻ എന്നാണ്. അമ്മയുടെ പേര്, അച്ഛനും അമ്മയും മാരിഷ എന്നാണ് അമ്മയുടെ പേര്. ഇവരുടെ കുട്ടിയായിട്ട് ആദ്യപുത്രിയായിട്ടാണ് വളർന്നത്. പക്ഷേ കുന്തി ഭോജൻ, തന്റെ സഹോദരി പുത്രനായ കുന്തി ഭോജന് ദത്തായിട്ടാണ് കുന്തിയെ നൽകിയത്. പൃഥ എന്നായിരുന്നു ആദ്യത്തെ പേര്, ശൂരസേനൻ ഇട്ട പേര്. പക്ഷേ ശൂരസേനൻ തന്റെ പ്രഥമ പുത്രിയെ കുന്തി ഭോജന് ദത്തായി നൽകാമെന്ന് പറഞ്ഞതുകൊണ്ട് ദത്തായി നൽകി. ആ ദത്തായി നൽകിയതാണ് കുന്തി ഭോജൻ കുന്തി ഭോജന്റെ മകളാണ് കുന്തിയായി വളർത്തിയത്. കുന്തി ഭോജൻ വളരെ നല്ല ഒരു രാജാവായിരുന്നു, വളരെ ശക്തിമാനായിരുന്നു,
വളരെ പ്രജകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രാജാവായിരുന്നു. തൻ്റെ മകളെ വേണ്ട സകല കാര്യങ്ങളും നൽകിയാണ് കുന്തി ഭോജൻ പഠിപ്പിച്ചത്. അതിനൊന്നും ഒരു വീഴ്ചയും വരുത്താതെ എല്ലാ ആചാര മര്യാദകളും പഠിപ്പിച്ചാണ് കുന്തി വളർന്നു വന്നത്. അതൊരു വലിയ കാര്യമായിരുന്നു. കുന്തിയുടെ ജീവിതം തുടക്കം ഒരു വളർത്തുപുത്രി എന്ന നിലയിലല്ല കുന്തിയെ നമ്മൾ മഹാഭാരതത്തിൽ കുന്തി ഭോജന്റെ മകളായിട്ട് കാണുന്നത്. അങ്ങനെ ഏറ്റവും സുന്ദരമായി വളർത്തിക്കൊണ്ടുവന്ന കുന്തി കന്യകയായി വളർന്ന് എല്ലാ ചുമതലാ ബോധത്തോടുകൂടി, നമ്മൾ ഓർക്കണം, നമ്മുടെ കുട്ടികളെ നമ്മൾ ചുമതലാ ബോധത്തോടുകൂടി വളർത്തിയാലുള്ള നന്മ എന്തായിരിക്കാം, കുട്ടികൾക്ക് കൊടുക്കേണ്ട ചുമതലകൾ നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഓരോ മഹാഭാരതവും രാമായണവും ഒക്കെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഇതിഹാസങ്ങളാണ്. ഇവയൊക്കെ ഓരോ വരിയിലും ഓരോ അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ഈ കുന്തി ഭോജൻ തൻ്റെ മകളെ അത്ര സ്നേഹത്തോടെ വളർത്തിയ സമയത്താണ് ദുർവാസാവ് മഹർഷി അവിടെ സന്ദർശനത്തിന് വരുന്നത്. അപ്പൊ ദുർവാസാവിനെ എല്ലാവർക്കും ഭയമാണ്. കാരണം പെട്ടെന്നാണ് അദ്ദേഹത്തിന് ദേഷ്യം വരുന്നത്. ദേഷ്യം വന്നാൽ ശാപാണ്. അപ്പൊ വളരെ ശ്രദ്ധിച്ചു വേണം അങ്ങനെയുള്ള മുൻകോപക്കാരനായ ഋഷീശ്വരനെ സേവിക്കുവാൻ. ഇപ്പൊ ഞാൻ ഇവിടെ ഇനിയും കുറച്ചു നാളുണ്ട് കുന്തി ഭോജ, എനിക്ക് ഇവിടെ കുറച്ചു നാൾ വസിക്കണം, അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യൂ എന്ന് പറഞ്ഞ് തൻ്റെ കൊട്ടാരത്തിലേക്ക് വന്ന ഋഷീശ്വരനെ സ്വീകരിക്കുവാൻ തൻ്റെ മകളായ കുന്തിയെ ചുമതലപ്പെടുത്തി ആ കുന്തി ചെയ്തിട്ടുള്ള അദ്ദേഹത്തെ സേവിച്ചത് വളരെ ശ്രദ്ധയോടുകൂടിയായിരുന്നു. നമ്മുടെ കുട്ടികൾ ഇത് പഠിക്കേണ്ടതാണ്. എങ്ങനെയാണ് ഒരു ആചാര മര്യാദകൾ ഉണ്ടാവേണ്ടത്, അവരുടെ സൗകര്യം എങ്ങനെ നമ്മൾ നോക്കണം, നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥികളുടെ. ചിലപ്പോൾ ദുർവാസാവ് അവരെ പരീക്ഷിക്കുവാൻ വേണ്ടി ഇന്ന് ഞാൻ വൈകിട്ട് വരില്ല എന്ന് പറഞ്ഞ് ഞാൻ തപസ്സിന് കാട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് പോയ ദിവസങ്ങളുണ്ട്. ഏതാണ്ട് 1 കൊല്ലം താമസിച്ചു അവിടെ. പക്ഷേ അപ്പോൾ കുന്തി മാറിയിരുന്നില്ല. കുന്തി സകല പൂജാ സാമഗ്രികളും ഒരുക്കി, ആഹാരവും ഒരുക്കി മുനിയെ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ മുനിയെ അത്ഭുതപ്പെടുത്തിയ കുന്തിക്ക് അദ്ദേഹത്തിന്റെ സന്ദർശനം കഴിഞ്ഞു പോയപ്പോൾ മകളെ അടുത്ത് വിളിച്ചു വരുത്തിയാണ്, ആരോടും പറയാതെ, പബ്ലിക്കായിട്ടൊന്നും അല്ല, വളരെ സ്നേഹത്തോടു കൂടി പറഞ്ഞു, മകളെ നിനക്ക് ഞാൻ ഒരു മന്ത്രം തരാം. നിന്നിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. എത്ര സുന്ദരമായിട്ടാണ് നീ എന്നെ സേവിച്ചത്. അപ്പൊ നിനക്ക് ഞാനൊരു സമ്മാനം തരുന്നുണ്ട്, ഒരു മന്ത്രം നൽകാം. നിനക്ക് ഇഷ്ടപ്പെട്ട ആ മന്ത്രം ജപിച്ച് നീ ഇഷ്ടപ്പെട്ട ദേവനെ ആവാഹിച്ചാൽ നിനക്കൊരു കുഞ്ഞിനെ ലഭിക്കും അദ്ദേഹത്തിൽ നിന്ന്. ഒരു കന്യകയാണ്. നിങ്ങൾ ഓർക്കണം, കന്യകമാര്, നമ്മൾ ടീനേജേഴ്സ് എന്നൊക്കെ പറയില്ല, അവർക്ക് കൗതുകമാണ്, എല്ലാത്തിലും കൗതുകമാണ്. ഞാനൊരു അധ്യാപിക ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്, കുട്ടികൾക്ക് അതിൻ്റെ വരും വരാഴികകളെ കുറിച്ച് അറിയാൻ ബുദ്ധിമുട്ടാണ്. അവർ പെട്ടെന്ന് തന്നെ അവരുടെ അടുത്ത കൗതുകമായതുകൊണ്ട്, അപ്പോൾ ഈ കുട്ടിയും ഒരു കൗതുകത്തിലാണ്, കന്യകയായാണ്, ആ കൗമാരക്കാരിയിലുള്ള കൗതുകമുണ്ട് അവളില്. അപ്പോൾ ഒരു കുട്ടിയെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ തുള്ളിച്ചാടി. കാരണം പെൺകുട്ടികൾ എന്നും കുട്ടികളെ ഇഷ്ടപ്പെട്ടിരുന്നു. അവളുടെ ഉള്ളിൽ ഒരു മാതൃത്വമുണ്ട്. അമ്മയാകുവാൻ ജനിക്കപ്പെട്ടവളാണ് സ്ത്രീ. അവളുടെ ഉള്ളിലുണ്ട്. പ്രസവിക്കണമെന്നൊന്നും ഇല്ല അമ്മയാകാൻ. നമ്മൾ കണ്ടിട്ടില്ലേ എത്രയോ പേര് തൻ്റെ മാതൃത്വം കൊണ്ട് കുഞ്ഞുങ്ങളെ നന്നായി, പ്രസവിക്കാതെ തന്നെ നന്നായി വളർത്തിയെടുത്ത കഥകൾ എത്രയാണ്. അപ്പോൾ കുന്തി സന്തോഷമായിട്ട് ആദ്യമൊക്കെ പറഞ്ഞു, എനിക്ക് അങ്ങ് സംപ്രീതനായി, എനിക്ക് വരവൊന്നും വേണ്ട, അങ്ങയുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. കാരണം അച്ഛൻ നല്ലൊരു ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, മക്കളെ നീ ശ്രദ്ധിക്കണേ, മുൻകോപക്കാരനാന്നൊക്കെ. അപ്പം അങ്ങ് സംപ്രീതനായാൽ മതി, എനിക്ക് വരമൊന്നും തന്നില്ലേലും അങ്ങ് സന്തോഷമായിട്ടിരിക്കണം, എൻ്റെ അച്ഛനോടും സ്നേഹം ഉണ്ടാവണം. കുന്തി വളരെ നല്ല ഒരു പെൺകുട്ടിയായിരുന്നു. പക്ഷേ സ്വാമി ഒരു വരം നൽകാമെന്ന് പറഞ്ഞു. കുട്ടിയാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സന്തോഷത്തോടെ ആ മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അത്യാവശ്യം വരുമ്പോൾ മാത്രമേ നീ ഇത് ഉപയോഗിക്കാവുള്ളൂ കുഞ്ഞേ എന്നും കൂടി ഒരു ഉപദേശം കൊടുത്തു. ഇതാണ് കൗമാര ചാപല്യം. നമ്മൾ നമ്മുടെ കുട്ടികളോട് പറയും, മക്കളെ ഇതൊന്നും ഇത് നിനക്ക് ആവശ്യമുള്ളതാണ്, നിനക്ക് സമയത്ത് എടുത്താൽ മതി എന്ന് പറഞ്ഞാലും അത് കൗതുകമാണ്. പ്രത്യേകിച്ച് വല്ല സമ്മാനപ്പൊതി, ഈവൻ നമ്മളുടെ പ്രായത്തിലുള്ളവർ പോലും
ഇത് പൊട്ടിക്കരുത്, ഇല്ല ഇത് തുറന്നു നോക്കരുതെന്ന് പറഞ്ഞാൽ നമ്മളിൽ ഒരു കൗതുകമുണ്ട്. അപ്പൊ ഇത് അത്യാവശ്യത്തിനെ ഉപയോഗിക്കാവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ കുന്തിക്ക് അതിനൊരു കൗതുകം തോന്നി. ഇത് സത്യമാണോ? അത് കൗമാരക്കാരി ആയതുകൊണ്ട് തോന്നിയതാ, ചുമതലാബോധം ആയിട്ടില്ല. സ്വാമി പറഞ്ഞത് സത്യമായിരിക്കും, ഒന്ന് പരീക്ഷിച്ചാലോ, പ്രത്യേകിച്ച് കുട്ടിയല്ലേ, കുഞ്ഞിനെയല്ലേ കിട്ടുക എന്ന് പറഞ്ഞ് അന്ന് രാത്രിയിൽ മുഴുവൻ ചിന്തിച്ച് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കിഴക്കോട്ട് നോക്കിയപ്പോൾ സൂര്യപ്രഭയാണ്, ഉദിച്ചു വരുന്ന സൂര്യഭഗവാനെ കണ്ടു. ഒന്ന് മന്ത്രം അങ്ങ് ജപിച്ചു, ദാണ്ടെ സൂര്യൻ ഭഗവാൻ നല്ല സുന്ദരനായിട്ട് മുറിക്കകത്ത്. കുട്ടി പേടിച്ചുപോയി. എങ്കിലും സംയമനം പാലിച്ച്, ഞാൻ അറിയാതെ ചെയ്തതാണ്, നമ്മളൊക്കെ പെട്ടെന്ന് പറയും തെറ്റ്, നമ്മൾ അറിയാതെ ചെയ്തതാണ്, ക്ഷമിക്കണം, അങ്ങ് തിരിച്ചു പോകണം, ഞാൻ കന്യകയാണ് ഒക്കെ പറഞ്ഞു നോക്കിയെങ്കിലും സൂര്യൻ സമ്മതിക്കാതെ ഇത് കാര്യം, ഇങ്ങനെ ഒരു കാര്യം നടത്തിയേ പറ്റൂ, അതാണ്, ഇല്ലെങ്കിൽ ഞാൻ നിന്നെയും നിന്റെ അച്ഛനെയും ശപിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് കർണന്റെ ജനനം. കുട്ടിയെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ നോക്കിക്കോളാം, അച്ഛൻ നോക്കിക്കോളാം എന്നൊരു വാക്ക് കൊടുക്കുന്നുണ്ട്. എൻ്റെ അച്ഛന്റെ കുലം മഹിമ എനിക്ക് നോക്കണം. അങ്ങനെ അച്ഛന്റെ ആ ഒരു അഭിമാനവും കൂടി ആ കുഞ്ഞിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ സൂര്യഭഗവാന്റെയും കൂടി അഭിപ്രായം അറിഞ്ഞ് കുട്ടി ജനിച്ച ഉടനെ തന്നെ പെട്ടിയിലാക്കി ഒഴുക്കുകയായിരുന്നു. ആ കുഞ്ഞിന്റെ കരച്ചിൽ, അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് പെട്ടിയിലേക്ക് വെച്ചപ്പോൾ കരഞ്ഞ കരച്ചിൽ കുന്തിയുടെ അഗ്നിസമാധി വരെ കുന്തിയെ പിന്തുടർന്നിരുന്നു. അതാണ് അമ്മ. നമ്മളൊക്കെ അമ്മമാരിവിടെ ഒത്തിരി ധാരാളം അമ്മമാരുണ്ട്. മാതാവെന്ന് പറഞ്ഞാൽ അവളാണ്, സ്വന്തം പ്രാണൻ പകുത്ത് നൽകുന്നവളാണ് അമ്മ. അത് കഴിഞ്ഞ് കന്യാകത്വവും തിരിച്ചു കിട്ടി, ആ അനുഗ്രഹവും കൂടി മേടിച്ചു. അങ്ങനെ കല്യാണമായി. പാണ്ഡു വന്നു, സ്വയംവരമായിരുന്നു. സ്വയംവരത്തില് പാണ്ഡുവിനെ കണ്ടപ്പോൾ പെട്ടെന്ന് സൂര്യ തേജസ്സാണ് പാണ്ഡുവിന്. പെട്ടെന്ന് തന്നെ പാണ്ഡുവിനെ മാലയിട്ട് അങ്ങനെ കല്യാണം കഴിഞ്ഞു. വന്നു, ഹസ്തിനപുരിയിൽ വന്നു, വളരെ സന്തോഷമായിട്ട്. അപ്പൊ മാദ്രി, അന്നൊക്കെ സപത്നിമാരും ഉണ്ട്, മാദ്രിയുമുണ്ട്, രണ്ടുപേരും വളരെ സ്നേഹം. കുന്തിയിൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത അതാണ്, എല്ലാവരോടും സ്നേഹമായിരുന്നു. കുശുമ്പോ അസൂയ ഒന്നും കുന്തി എന്ന സ്ത്രീയിലില്ലായിരുന്നു, അമ്മയിലില്ലായിരുന്നു. എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് സപത്നിയോടും എല്ലാവരെയും, അവിടെ കൊട്ടാരത്തിലുള്ള എല്ലാവരെയും പ്രാർത്ഥിച്ചുകൊണ്ടാണ്, സ്നേഹിച്ചുകൊണ്ടാണ് തൻ്റെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോയത് കുന്തി. അങ്ങനെയായപ്പോൾ പാണ്ഡു പറഞ്ഞു, ഒരു ദിവസം നായാട്ടിന് പോകാം എന്ന് പറഞ്ഞ്, നായാട്ടിന് പോകുമ്പോൾ ഞങ്ങളും കൂടെ വരികയാണ്, അങ്ങ് പോവുകയാണെങ്കിൽ ഞങ്ങളും കൂടെ വരികയാണ് എന്ന് പറഞ്ഞ് രണ്ട് പത്നിമാര് സഹിതം നായാട്ടിന് പോയപ്പോഴാണ് കിന്തമൻ എന്ന മുനി മാനിന്റെ വേഷത്തിൽ, ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്ന കഥയാണെങ്കിൽ ഞാനൊന്ന് പറഞ്ഞു ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ. കിന്തമൻ എന്ന മുനി മാനിന്റെ വേഷത്തിൽ തൻ്റെ ഇണയുമൊത്ത് സ്നേഹിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നു. അപ്പോൾ മാനിനെ അമ്പെയ്തു വീഴ്ത്തിയപ്പോൾ കിന്തമന്റെ ശാപമുണ്ട്, നീ ഏത് സ്ത്രീ, നിന്റെ ഭാര്യമാരോടൊത്ത് നീ ഇങ്ങനെ സന്തോഷമായിട്ട് ഇരുന്നാൽ നിന്റെ തല പൊട്ടിത്തെറിക്കുമെന്ന ഒരു ശാപം. കുഞ്ഞുങ്ങളായിട്ടില്ല. സത്യം പാണ്ഡു ശരിക്കും പറഞ്ഞാൽ പാണ്ഡുവിൻ്റെ സപ്തനാഡിയും തളർന്നു എന്ന് പറഞ്ഞെങ്കിലും തിരിച്ച് തൻ്റെ പത്നിമാരെയും കൊണ്ട് ഹസ്തിനപുരത്ത് വന്ന് ധൃതരാഷ്ട്രോട് പറഞ്ഞു, എനിക്ക് പറ്റില്ല, ഇങ്ങനെ ഒരു ശാപം വന്നു, എൻ്റെ പത്നിമാരെ അങ്ങ് ശ്രദ്ധിക്കണം, ഞാൻ കാട്ടിലേക്ക് പോവാണ്. പക്ഷേ കുന്തിയെ നമ്മൾ അവിടെ ഓർക്കണം. കുന്തിയുടെ ത്രാസ് പൊങ്ങുന്നത് ഇങ്ങനെയുള്ള ഒരവസരത്തിലാണ്. തൻ്റെ ഭർത്താവിൻ്റെ കൂടെ, എൻ്റെ ഭർത്താവ് കാട്ടിലേക്ക് പോവാണെ ഞാനും കൂടെ വരികയാണ്, മാദ്രിയും കൂടെ പോവുകയാണ്. രണ്ടുപേരും അനുയാത്ര ചെയ്ത് കാട്ടിൽ വളരെ സുന്ദരമായി, അവർ സന്തോഷമായി, വളരെ ശ്രദ്ധയോടുകൂടി, പ്രത്യേകിച്ച് ഒരു സ്ത്രീയും പുരുഷനും, പ്രത്യേകിച്ച് അവർക്ക് കുട്ടികളില്ല, ഭാവിയിൽ തനിക്ക് സന്താന ഭാഗ്യമില്ല. അപ്പൊ എന്തെല്ലാം അവസരങ്ങൾ ഉണ്ടായിട്ടും കുന്തി സംയമനം പാലിച്ച് പാണ്ഡുവിനെ വളരെ ശ്രദ്ധയോടുകൂടി പരിചരിച്ച് അവർ സന്തോഷമായിട്ട് കഴിയുകയായിരുന്നു. അപ്പോഴാണ് ഋഷീശ്വരന്മാർ പറഞ്ഞ്, ഋഷി ഋണം നിനക്ക് തീർക്കണമെങ്കിൽ നിനക്ക് കുഞ്ഞുണ്ടാവണം കുട്ടി എന്ന് പാണ്ഡുവിനോട് പറഞ്ഞതനുസരിച്ചാണ് പാണ്ഡു കുന്തിയോട് വന്നു പറയുന്നത്. അന്നൊക്കെ ദേവന്മാരിൽ നിന്നും ഋഷീശ്വരന്മാരിൽ നിന്നുമൊക്കെ കുട്ടിയെ നേടാമെന്നൊരു
കാലമായിരുന്നു അത് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക്. വളരെ പുണ്യവാന്മാരായിട്ടുള്ള ഋഷീശ്വരന്മാർ, അങ്ങനെയാണല്ലോ സത്യവതി പോലും. അപ്പൊ അങ്ങനെ അതുകൊണ്ട് അത് നീ ചെയ്യുന്നു. അപ്പൊ കുന്തി സമ്മതിച്ചില്ല, പറ്റില്ല, എനിക്ക് അങ്ങനെ ഒന്നും വേണ്ട, കുഞ്ഞുങ്ങൾ വേണ്ട, അങ്ങ് മതി ഞങ്ങൾക്ക്. ആദ്യമൊന്നും കുന്തി സമ്മതിച്ചില്ല. അത് കഴിഞ്ഞാണ് കുന്തിക്ക് വരത്തിനെ കുറിച്ച് ഓർമ്മ വന്നത്. ഇങ്ങനെ ഒരു വരം എനിക്കുണ്ട്, ഒരു 5 വരങ്ങളാണ് എനിക്കുള്ളത്. അങ്ങനെ അതിൽ ഒന്ന് നടന്നു എന്നൊന്നും പറയുന്നില്ല. കർണന്റെ ജനനത്തിനെ കുറിച്ച് പറയാതെ തന്നെ കുന്തി അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ ഒരു വരലബ്ധി എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് പാണ്ഡുവിന് സന്തോഷമായി. അങ്ങനെയാണ് പാണ്ഡുവിന്റെ 3 മക്കൾ, യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ എന്ന 3 മക്കൾ ആ മന്ത്രസിദ്ധി കൊണ്ടുണ്ടായി. പിന്നെ തൻ്റെ സപത്നിക്കും കൊടുത്തു. അശ്വനി ദേവന്മാരിൽ നിന്ന് സഹദേവൻ, ഇവിടെ നമുക്കിവിടെ അറിയാം, ആ 2 മക്കളെയും അദ്ദേഹത്തിന്, അങ്ങനെ 5 മക്കളെ അദ്ദേഹത്തിന് ലഭിച്ചു. അതോടുകൂടി സന്തോഷമായിട്ട് ഈ 5 മക്കളുമായി ജീവിച്ചു വരികയായിരുന്നു. അവർക്ക് വേണ്ട ശാസ്ത്ര വിദ്യകളെല്ലാം. അപ്പൊ ഈ സമയത്ത് ധൃതരാഷ്ട്രർക്കും കുട്ടികൾ ഉണ്ടായി. അതില് ദുര്യോധനനും തന്റെ മക്കളെയും, ധൃതരാഷ്ട്രയുടെ മക്കളൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് വളരുന്നതെന്ന് ദൂതൻ പറഞ്ഞറിഞ്ഞിരുന്നു. അതുകൊണ്ട് കുട്ടികളെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു പാണ്ഡുവിന്. കാട്ടിൽ തന്നെ അവർ ഏതാണ്ട്, അർജുനന് 14 വയസ്സ് വരെ കാട്ടിൽ ജീവിച്ചു. കാട്ടിൽ ജീവിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഒരു ദിവസം, അർജുനന്റെ 14ാം പിറന്നാളിന്റെ അന്നാണ്, എല്ലാ ഋഷീശ്വരന്മാർക്ക് ഒരു വസന്തകാലമാണ്, ഒരു സദ്യ നൽകാമെന്ന് പറഞ്ഞ് അവർക്ക് പൂജാവിധികളൊക്കെ കഴിഞ്ഞ് അന്നൊരു ഉത്സവമായിട്ട് ആഘോഷിക്കാമെന്ന് പറഞ്ഞ് അതിന് പൂക്കൾ ഇറുക്കുവാൻ പാണ്ഡുപോയപ്പോൾ മാദ്രിയും കൂടെ പോയി. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിലും ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ആ സമയത്ത് പാണ്ഡുവിന് പെട്ടെന്ന് തന്നെ മാദ്രിയോടൊരു സ്നേഹം തോന്നി. മാദ്രി എത്രയും തടുത്തിട്ടും പാണ്ഡുവിന് ഒട്ടും തന്നെ അവിടെ പാണ്ഡുവിന് മാദ്രിയെ വേഴ്ക്കാൻ തന്നെയുള്ള ഒരു ഭാവമായി. അങ്ങനെ ആ സമയം നടന്നു. പാണ്ഡു മരിക്കുകയായിരുന്നു. കാരണം കിന്തമൻ ഒരു ശാപം കൊടുത്തിരുന്നത്, സ്ത്രീ സംസർഗം വന്നാൽ നീ മരിക്കും, തലപൊട്ടി മരിക്കുമെന്നായിരുന്നു. അങ്ങനെ മാദ്രിയുമായിട്ടുള്ള ഒരു സംസർഗത്തിൽ പാണ്ഡു മരിച്ചു വീഴുകയായിരുന്നു. മാദ്രി ഉറക്കെ കരഞ്ഞ് കുന്തി ഓടിയെത്തി. ആദ്യം കുന്തി വളരെ ദേഷ്യത്തിൽ പറഞ്ഞു, എന്താ മാദ്രി നീ കാട്ടിയത്? ഇതൊക്കെ നിനക്കറിയാമായിരുന്നില്ലേ അദ്ദേഹത്തിന്റെ ശാപത്തിനെ കുറിച്ചുമൊക്കെ? എന്ത് എന്റെ കുട്ടി നീ ചെയ്തത് എന്ന് ചോദിച്ച് ആദ്യം ഒന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഒരു വാക്ക് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സന്തോഷമായ ഒരു മുഖം നീ കണ്ടല്ലോ അനിയത്തി എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് അത്രയോ നാളുകൊണ്ട് അദ്ദേഹത്തിന് സ്ത്രീ സംസർഗം ഇല്ല, ഭാര്യമാരുമൊട്ട്. അപ്പൊ അങ്ങനെ ഒരു സന്തോഷം എന്റെ ഭർത്താവിന്റെ മുഖത്തു നിന്ന് നീ കണ്ടല്ലോ അനിയത്തി എന്ന് പറഞ്ഞിട്ട് അനുമരണത്തിന് തയ്യാറാകുകയാണ്. അപ്പോഴത്തേക്ക് മാദ്രി പറയണു, ഞാൻ അനുമരണത്തിന് ഇല്ല, അനുമരണത്തിന് അങ്ങല്ല, ഞാനാണ് വരേണ്ടത്. അങ്ങ് വളരെ ഏറ്റവും, ഇതൊരു നമ്മുടെ കുന്തി ദേവിയുടെ ഒരു സ്വഭാവ വിശേഷമാണിത്. കാരണം ഒരു കുട്ടിയെ, സ്വന്തം കുട്ടി അല്ലെങ്കിൽ പോലും 2 മക്കള് നകുലനും സഹദേവനും മാദ്രിയുടേതാണ്, അവരെ എന്റെ മക്കളെ അങ്ങയുടെ മക്കളായിട്ട് നോക്കുമെന്ന് പറയുവാൻ ഒരു സപത്നിക്ക് സാധിക്കുമെങ്കിൽ എനിക്കത് സാധിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഞാനാണ് അനുമരണത്തിന് തയ്യാറാകേണ്ടത്, അങ്ങ് എന്റെ കുട്ടികളെ നോക്കും എന്ന് പറഞ്ഞ് അനുമരണം നടത്തിയത് മാദ്രിയായിരുന്നു. അങ്ങനെ അവർ 2 പേരുടെയും സംസ്കാര ഋഷീശ്വരന്മാരെല്ലാവരും ചേർന്ന് അതൊക്കെ നടത്തി ഹസ്തിനപുരത്ത് അറിയിച്ചു. അങ്ങനെ ആ ഋഷീശ്വരന്മാർ തന്നെ ഈ അമ്മയെയും മക്കളെയും രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുചെന്ന് കഴിഞ്ഞപ്പോൾ മുതലാണ് കുന്തിക്കും മക്കൾക്കും ഉണ്ടായിട്ടുള്ള ഗാന്ധാരിയോട് സ്നേഹമൊക്കെ തന്നെയാണ്. ഗാന്ധാരി പതിവ്രതാധർമ്മം മാത്രമാണ് നോക്കിയിട്ടുള്ളത്. ഒരിക്കൽ പോലും പുത്രധർമ്മത്തിന് ഗാന്ധാരി, ഒരിക്കൽ പോലും എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും തുടക്കത്തിൽ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. ധർമ്മപുത്രർ ഉണ്ടായി എന്നറിഞ്ഞപ്പോൾ തന്നെ വയറിനെ
വയറ്റിലേക്ക് വളരെ ശക്തിപൂർവ്വം ഇടിച്ചിടിച്ചാണ് ഒരു മാംസപിണ്ഡത്തിനെ ഗാന്ധാരി പ്രസവിച്ചത്. അതിനെ 100 കഷ്ണങ്ങളാക്കി വ്യാസഭഗവാൻ ടെസ്റ്റ് ട്യൂബ് ശിശുക്കൾ ഇന്നത്തെ നമ്മുടെ, അങ്ങനെയാണ് ഈ 100 പുത്രന്മാരും ദുശ്ശളയും ഉണ്ടായത്. അപ്പോൾ ഗാന്ധാരിക്ക് അന്നേ ഉണ്ട്. അപ്പൊ ഗാന്ധാരിയുടെ കാര്യം നമ്മൾ ഒരു മാതൃധർമ്മം പാലിച്ചു എന്ന് പറഞ്ഞ് അത് ഗാന്ധാരിക്ക് നമുക്ക് കൊടുക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഗാന്ധാരിയെ കൂടുതലായി പറയാത്തത്. എങ്കിലും ഗാന്ധാരിയുടെ മക്കളും പാണ്ഡുവിന്റെ മക്കളും തമ്മിലുള്ള ആ ഒരു വൈരം വളർന്നു വന്നുകൊണ്ടിരുന്നു. ഭീമൻ അതികായകൻ, ഭീമനെ കണ്ട് ഇവർക്ക് എല്ലാവർക്കും അസൂയയായി. ഭീമനെ കൊല്ലാനുള്ള മാർഗം ഇതൊക്കെ നമ്മൾ എല്ലാവർക്കും അറിയുന്നതാണെന്നുള്ള ബോധത്തോടു കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെ ഇവർ വളർന്നു വന്ന് മുൻപോട്ട് വരുമ്പോൾ ഈ വൈരം വർദ്ധിച്ചു അവസാനം അങ്ങനെ വർദ്ധിക്കുകയായിരുന്നു. എങ്കിലും ഇവർക്ക് ശാസ്ത്രവിദ്യകളൊക്കെ അഭ്യസിച്ചു. ഇവരുടെ അരങ്ങേറ്റ സമയത്ത് അർജുനനാണ് ഏറ്റവും മിടുക്കൻ. അർജുനന്റെ ദ്രോണറാണ് ഗുരു. ഇവരെല്ലാം കണ്ട് അർജുനന്റെ മിടുക്ക് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഒരാൾ അവിടെ വാതുക്കൽ വന്നു നിന്ന് ഞാനും ഇതിന് തയ്യാറാണ് എന്ന് പറഞ്ഞ് കവചകുണ്ടലങ്ങളോട്, കർണൻ ജനിക്കുന്നതേ കവചകുണ്ടലങ്ങളോട് കൂടിയാണ്. കവചകുണ്ടലങ്ങളോടുകൂടി സൂര്യപ്രഭയോടുകൂടി വന്ന് അവിടെ നിന്നപ്പോൾ തന്നെ കുന്തിയുടെ ഹൃദയം മാറിടം ചുരന്നു എന്നാണ് പറയുന്നത്. ഇത് തൻ്റെ മകൻ കർണനാണ്, തൻ്റെ മകനാണ്. ബോധം പോയി എന്ന് പറയണു. അപ്പോഴത്തേക്ക് ഇത്രയും വർഷം കൂടി തൻ്റെ മകനെ കണ്ട്, സൂര്യപ്രഭയാണ്, സൂര്യന്റെ അനുഗ്രഹവും ഉണ്ട് കർണന്. കർണൻ തൻ്റെ എല്ലാ വിദ്യകളും അവിടെ അഭ്യസിപ്പിച്ചിട്ട് അവസാനം അർജുനനോട് ഏറ്റുമുട്ടാൻ തുടങ്ങുമ്പോൾ ഇവർക്ക് മനസ്സിലായി, കൃപാചാര്യർക്കൊക്കെ മനസ്സിലായി, ദ്രോണർക്ക് മനസ്സിലായി, ഇവൻ സാധാരണക്കാരനല്ല എന്ന് പറഞ്ഞ് നീ ഏത് കുലത്തിൽപ്പെട്ടവനാണ്, നിന്റെ കുലം ഏതാണ്, നീ ക്ഷത്രിയനാണോ, ആരാണ് നിന്റെ കുലത്തിലെ, നിന്റെ അച്ഛനും അമ്മയും എന്ന് ചോദിച്ചപ്പോൾ രാധേയനാണ് എൻ്റെ അച്ഛൻ, അതിരഥനാണ് എൻ്റെ അച്ഛൻ, രാധയാണ് എൻ്റെ അമ്മ എന്ന് രാധേയൻ അച്ഛനും അമ്മയുടെയും പേര് പറഞ്ഞപ്പോൾ കുതിരസവാരിക്കാരനായ രഥമോടിക്കുന്നവന്റെ മകനെ ഇവിടെ ഒരു യുദ്ധത്തിൽ ഇതിന് പ്രദർശനത്തിന് ഇങ്ങനെ വന്ന് നിൽക്കാൻ നിനക്ക് എന്ത് അർഹത എന്ന് ചോദിച്ച് അപമാനിച്ചു വിട്ടപ്പോൾ ദുര്യോധനന് മനസ്സിലായി കർണന്റെ മിടുക്ക്. അങ്ങനെ കർണനെ അംഗരാജാവായി അഭിഷേകം ചെയ്തത് കണ്ട് അത് കാണാനായപ്പോഴത്തേക്ക് ബോധം വന്നു. അത് കണ്ട് കുന്തി സന്തോഷിച്ചു, തൻ്റെ മകൻ രാജാവായി. എങ്കിലും അന്ന് തുടങ്ങി മഹാഭാരത യുദ്ധത്തിന്റെ വിത്ത് പാകിയത് അന്നാണ്. ആ യുദ്ധസ്ഥലത്ത് വെച്ച്, അരങ്ങേറ്റ സ്ഥലത്ത് വെച്ച്. അത് കഴിഞ്ഞ് അന്നു മുതൽ എന്നും കുന്തിയുടെ മനസ്സിൽ കർണന്റെ കരച്ചിലുണ്ടായിരുന്നു. എങ്കിലും അന്നു മുതൽ കുന്തിയുടെ മനസ്സ് തപിക്കുകയായിരുന്നു. തൻ്റെ കൂടെ വളരേണ്ട തൻ്റെ മൂത്ത മകൻ സീമന്തപുത്രൻ. എങ്കിലും കർണൻ അംഗരാജാവായി എന്നുള്ളതിൽ സന്തോഷിച്ച് അങ്ങനെ നിന്ന് ഇവരുടെ വൈര്യം കൂടിയപ്പോൾ ദുര്യോധനന് മനസ്സിലായി ഇവന്മാര് ചില്ലറക്കാരല്ല ഈ 5 പേരും, ഇവര് ഭാവിയിൽ നമ്മളെ തോൽപ്പിക്കും, അതുകൊണ്ട് ഇവരെ പതുക്കെ ഇവിടുന്ന് മാറ്റണമെന്ന് പറഞ്ഞ് ഇവർ അരക്കില്ലത്തിലേക്ക് പോകുക. അതൊക്കെ നമുക്ക് ആ കഥ അറിയാം. അരക്കില്ലത്തിലേക്ക് ഇവരെ വിതുരരുമായിട്ട് ആലോചിച്ചൊക്കെയാണ് ധൃതരാഷ്ട്ര വിടുന്നതെങ്കിലും വിതുരർക്ക് മനസ്സിലായി ഇതിലെ കള്ളച്ചതി. അങ്ങനെ പുരോചനൻ എങ്ങനെയാണ് അരക്കില്ലം ഉണ്ടാക്കിയതെന്നും ഒക്കെ ഇവർക്കറിയാം. അങ്ങനെ വിതുരര് വഴി ഇവർ രക്ഷപ്പെട്ടു. ആ അരക്കില്ലം കത്തി അമർന്ന അതിൽ 5 സ്ത്രീകളും ഒരു സ്ത്രീയും 5 മക്കളും ഉണ്ടായിരുന്നു. വിരോചനന് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിലൊരു നമുക്ക് ലീലാവതി ടീച്ചറിന്റെ ബുക്കിൽ നിന്നാണ് ഞാൻ വായിച്ചത്. ടീച്ചറും ഇത് പറയുന്നുണ്ട്. ഈ 5 മക്കളെയും ഈ അമ്മയെയും അവിടെ ഉണ്ടെന്ന് കുന്തി അവർക്ക് ഭിക്ഷ കൊടുക്കുന്നുണ്ട് അന്ന്. അറിഞ്ഞുകൊണ്ടാണോ കുന്തി അന്ന് തീയിടുവെന്ന് കുന്തിക്കും അറിയാം. കാരണം ഗുഹ വഴി രക്ഷപ്പെടണം. ഒരു ഗുഹ അവിടെ നിർമ്മിച്ചിരുന്നു കണികൻ. ആ ഗുഹ വഴിയാണ് ഇവര് രക്ഷപ്പെടുന്നത്. അന്ന് രക്ഷപ്പെടണമെന്ന് വെച്ചാണ് അന്ന് തീ വെച്ചത്. അപ്പോൾ ഈ അറിഞ്ഞുകൊണ്ട് കുന്തി ഇത് ചെയ്യുമോ എന്ന് കുന്തിയുടെ മനസ്സറിയുന്നതാണ് ലീലാവതി ടീച്ചറും. ഇപ്പൊ ടീച്ചർ പറയുന്ന കുന്തി ഇത് അറിയാൻ ഇട വന്നിട്ടില്ല. ഇങ്ങനെ 5 പേര് അവിടെ താമസിക്കുന്നു എന്ന് ഭിക്ഷ വന്നു കഴിച്ചിട്ട് പോയി എന്നായിരിക്കും. അല്ലാതെ കുന്തി അറിഞ്ഞുകൊണ്ട് അന്ന് തീ വയ്ക്കുവാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവര് ഏകചക്രയിലെത്തി. അവിടെയാണ് കുന്തി ഭഗവതം അന്ന് ഏകചക്രയിലെ ഒരു രാക്ഷസനായിരുന്നു ഭഗൻ. അവരൊരു ബ്രാഹ്മണന്റെ വീട്ടിലാണ് താമസിച്ചത്. ആ ബ്രാഹ്മണന്റെ വീട്ടിൽ താമസിക്കുമ്പോൾ
ഇങ്ങനെ ഒരു രാക്ഷസനുണ്ട്, ഓരോ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കൊടുക്കേണ്ടതെന്ന് അറിഞ്ഞ് ഈ ബ്രാഹ്മണന്റെ ആ ഒരു സമയം വന്നപ്പോൾ അമ്മയും അച്ഛനും മക്കളും എല്ലാം ഇരുന്ന് കരഞ്ഞ് ആര് പോകും, ഒരു കാളവണ്ടി നിറയെ സാധനങ്ങളുണ്ട്, കൂടാതെ ഒരു മനുഷ്യനും പോണം, ആ മനുഷ്യനെയും ആ രാക്ഷസൻ കഴിക്കും, ഇതിൽ ആര് പോകും എന്നിങ്ങനെ ഇരുന്നപ്പോഴാണ് കുന്തി പറഞ്ഞത്, നിങ്ങൾ വിഷമിക്കേണ്ട, കുന്തി അവിടുത്തെ അതിഥിയാണ്, അതിഥിയായിട്ട് താമസിക്കുകയാണ് ആ ഗൃഹത്തിൽ. അതിഥി മര്യാദ കാണിച്ച് കുന്തി പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ, എന്റെ മകൻ ഭീമൻ ആ രാക്ഷസനെ നേരിടും, നിങ്ങൾ ഇന്ന് പോകണ്ട, ആഹാരവും ഒക്കെ റെഡിയാക്കി വെച്ചോളൂ, എന്റെ മകൻ പോകുമെന്ന് പറഞ്ഞ് ഭീമനെ വിടുകയാണ്. ഇതിന് ധർമ്മപുത്രർ ഒത്തിരി അമ്മയോട് എതിർക്കുന്നുണ്ട്. അമ്മ എന്താ ഈ പറയണ, ഭീമനാണ് ഇവരുടെ രക്ഷകൻ, പല സ്ഥലത്തും അമ്മയെ തോളത്ത് വെച്ച് നകുലനെയും സഹദേവനെയും അമ്മയെ ഇവിടെ വെച്ച് രണ്ടു മക്കളെ കയ്യിലെടുത്ത് മറ്റുള്ളവരെ ഒക്കത്ത് വെച്ച് ഈ 5 പേരെയും ഒരുമിച്ച് ചുമന്നുകൊണ്ട് പോകുവാനുള്ള ശക്തിമാനാണ്, 1000 ആനയുടെ ശക്തിയാണ് ഭീമനെ കൊല്ലാൻ അവർ, അതൊന്നും ഞാൻ സമയക്കുറവ് കൊണ്ടാണ് പറയാതിരുന്നത്. അതിശക്തിമാനായ ഭീമൻ നമ്മുടെ രക്ഷകനല്ലേ അമ്മേ, അവനെ ഈ രാക്ഷസനിലേക്ക് വിട്ടാൽ എന്താ സംഭവിക്കുക, അവനെ കൊന്നാ നമ്മൾ എങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞപ്പോൾ കുന്തി പറഞ്ഞ മറുപടിയാണ്, എന്റെ മകൻ ഇത് സാധിക്കും. നോക്കൂ, ഒരമ്മ ആത്മവിശ്വാസത്തോടെ പറയുകയാണ്, എന്റെ മകൻ ഇത് ജയിക്കും, എന്റെ മകൾ തെറ്റായ രീതിയിൽ പോകുകയില്ല, എന്റെ മകൻ നന്നായി പഠിക്കും, അവൻ വേറൊരു വിധത്തിലേക്ക് പോകുകയില്ല, എന്റെ മകൾ ഞാൻ പറഞ്ഞാൽ അനുസരിക്കും. ഒരു മകനെയോ മകളെയെ കുറിച്ചുള്ള ആത്മവിശ്വാസമാണ് കുന്തി അവിടെ കാണിക്കുന്നത്. നമ്മൾ ഈ വരികൾക്കിടയിലെ കഥകളാണ്, അറിവുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ട് കുന്തി പറയുന്നുണ്ട്, നീ നോക്കൂ, നമ്മൾ കൃതജ്ഞതയുള്ളവരാകണം മകനെ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇന്ന് നമ്മൾക്കെല്ലാവർക്കും ഇന്നത്തെ സമൂഹത്തിൽ കാണപ്പെടാത്ത ഒരു വസ്തുവാണ് നന്ദി അഥവാ കൃതജ്ഞത. നമ്മൾക്ക് ഉപകാരം ചെയ്തവരോട് പ്രത്യുപകാരം ചെയ്യുവാൻ നമ്മൾ തയ്യാറാകണം. അതിന് നമ്മുടെ മനസ്സ് തയ്യാറാകണം, നന്ദിയുള്ളവരാവണം. ആരോടൊക്കെയാണ് നമ്മൾ നന്ദി ഉണ്ടാവേണ്ടത്? ഞാൻ ഇന്നിവിടെ നിൽക്കുന്നതിന് എത്ര പേരാണ് അതിന് നിമിത്തമായി പ്രവർത്തിച്ചത്? ഇന്ന് ഞാൻ എഴുന്നേറ്റ ഉടനെ എല്ലാവരെയും എൻ്റെ മനസ്സിൽ കൂടി പോയി. എത്രയെത്ര പേരുടെ സഹായം കൊണ്ടാണ് ഞങ്ങളൊക്കെ ഇന്ന് ഈ ഒരു പുണ്യവേദിയിൽ നിൽക്കുന്നത്. എത്ര ഭാഗ്യം ചെയ്ത ദിവസം, ഇപ്പൊ എത്ര പേരുടെ അനുഗ്രഹങ്ങൾ ഉണ്ട്. ഇപ്പൊ ഈ ഒരു പ്രത്യുപകാരം നമ്മൾ ചെയ്യണം മകനെ. നമുക്ക് ഈ ബ്രാഹ്മണരല്ലേ അതിഥികളായിട്ട് നമ്മളെ ഇവിടെ സ്വീകരിച്ചത്, നമ്മൾ ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കല്ലേ, അപ്പൊ അതിന് പ്രത്യുപകാരം ചെയ്യണം. 1. 2, നീ ക്ഷത്രിയനല്ലേ മകനെ, നിങ്ങളുടെ ക്ഷാത്രവീര്യം തെളിയിക്കുവാനുള്ള ഒരവസരം. തൻ്റെ മകന്റെ കഴിവെന്തെന്ന് മനസ്സിലാക്കിയ അമ്മ, എന്റെ മകൻ ഇവനെ കൊല്ലും, ഒരു സംശയവും വേണ്ട, അവനെ ആരും കൊല്ലാൻ പോണില്ല. അപ്പോൾ 2 കാര്യങ്ങളാണ് ഭഗവതം കൊണ്ട് കുന്തി നമ്മൾക്ക് തരുന്ന സന്ദേശം. 1, നമ്മുടെ ജന്മനാ നമ്മൾ സിദ്ധിച്ചിട്ടുള്ള കഴിവുകൾ. എന്താണ് നമ്മളിലുള്ള കഴിവുകൾ? അത് നമ്മൾ പ്രകടിപ്പിക്കണം, സമൂഹത്തിന് നൽകണം, മറ്റുള്ളവരെ സഹായിക്കണം. 2, നന്ദിയുള്ളവരായിരിക്കണം. പ്രത്യുപകാരം നമ്മൾ ചെയ്യുന്നതിന് ഉപകാരം ചെയ്യുന്നവരോട് തിരിച്ച് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു, ഒരു സംശയവും വേണ്ട. ഇന്ന് ഞാൻ ഈ സത്രവേദിയിൽ ഞാനിവിടെ നിൽക്കുമ്പോൾ ഈ സത്രത്തിന്റെ സംഘാടക സമിതിയിൽപ്പെട്ട എല്ലാവരോടും, നീലകണ്ഠൻ സാറൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, സജി, എത്ര പേര്, എൻ്റെ പ്രിയപ്പെട്ട രാധാകൃഷ്ണ മേനോൻ സാർ, ഇങ്ങനെ എടുത്താൽ ഓമന ചേച്ചി തുടങ്ങിയ മാതൃസമിതിയിലെ എത്ര പേരോട് കടപ്പെട്ടിരിക്കുന്നു. ഈ മൈക്ക് സിസ്റ്റത്തിനോട്, അങ്ങനെ നമുക്ക് ആഹാരം തരുന്നവരോട് നമ്മൾ എല്ലാവരും കടപ്പെട്ടിരിക്കുക. ഇതൊക്കെ നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ് എവിടെയെങ്കിലുമൊക്കെ. ഈ പ്രത്യുപകാരം നമ്മൾ ചെയ്യണം. കൂടാതെ നിന്റെ ധർമ്മം, ക്ഷത്രിയനാണ് നീ, നിന്റെ ധർമ്മം നീ ചെയ്യണം മകനെ. ഭീമൻ അത് ചെയ്യാൻ കഴിവുണ്ട്, എൻ്റെ മകൻ അതിന് കഴിവുണ്ട് എന്ന് പറഞ്ഞ ഈ 2 കാര്യങ്ങളാണ് ഭഗവതം കൊണ്ട് കുന്തി നമ്മൾക്ക് തരുന്ന സന്ദേശം. അങ്ങനെ ഭഗനെ വധിച്ചിട്ടു പിന്നീട് അവർ യാത്ര തുടരുമ്പോഴാണ് പാഞ്ചാലി സ്വയംവരത്തിന് പോകാൻ, പാഞ്ചാലി ആയിരിക്കും എൻ്റെ മക്കളുടെ ഭാര്യ എന്ന് കുന്തിക്ക് അറിയാം.
കുന്തിയും കൂടി ചേർന്നാണ് സ്വയംവരത്തിന് അവിടെ പോയി താമസിച്ച് സ്വയംവരം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഭിക്ഷ കൊണ്ടുവന്നു. അമ്മേ, ഞങ്ങൾ ദാ ഇന്നത്തെ ഭിക്ഷ എന്ന് പറഞ്ഞ് പാഞ്ചാലിയെ വിവാഹം കഴിച്ച് കൊണ്ടുവരുമ്പോൾ അമ്മ പറയുന്ന മറുപടി, മക്കളെ നിങ്ങൾ തുല്യമായി പങ്കിട്ടെടുത്തോളൂ. അപ്പോഴാണ് വെളിയിൽ വന്നു, ഇന്ന് എനിക്ക് വിശപ്പില്ല, മറ്റേത് അമ്മയ്ക്കും കൂടി എന്നും വിശപ്പുണ്ട്, 6 പേർക്കാണ് കൊടുക്കുന്നത്. അപ്പൊ പറഞ്ഞു, ഇന്ന് എനിക്ക് വിശപ്പില്ല, അമ്മ തന്നെ, നിങ്ങൾ തന്നെ വീതിച്ചെടുത്തോളൂ എന്ന് പറഞ്ഞ് ഈ 5 പേര്. അപ്പോൾ ഇവരും ഞെട്ടിത്തെരിച്ചു പോയി. ധർമ്മപുത്രർ, ധർമ്മത്തിന്റെ കാതലായിട്ടുള്ള ആൾ, ഇത് എന്താ അമ്മ ഈ പറയണ? വെളിയിൽ വന്ന് നോക്കിയപ്പോഴാണ് നാണിച്ചു നിൽക്കുന്ന അർജുനന്റെ ചാരെ നാണിച്ചു നിൽക്കുന്ന പാഞ്ചാലിയെ കാണുന്നത്. അപ്പൊ പാഞ്ചാലിക്ക് മുജ്ജന്മത്തില് ഒരു അനുഗ്രഹം ഭഗവാന്റെ കൊടുത്തിട്ടുണ്ട്, ശ്രീ മഹാദേവൻ കൊടുത്തിട്ടുണ്ട്. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടാവും. അതേപോലെ വ്യാസഭഗവാനും ഒരു അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ 2 അനുഗ്രഹങ്ങളെ കുറിച്ച് കുന്തിക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കുന്തി ആ കുട്ടിയെ, പാഞ്ചാലിയെ സ്വീകരിച്ചിട്ട് അപ്പോൾ നാരദ മഹർഷി അവിടെ വരും. അങ്ങനെ അവരൊരു നിയമാവലി ഉണ്ടാക്കുന്നു, 1 വർഷം 1 ഭർത്താവ്. അങ്ങനെ 5 പേരും മാറി മാറി 5 പേരുടെയും പത്നിയായ പാഞ്ചാലിയും കൂടി ഇവരുടെ കൂടെ കൂടി. അപ്പോഴും ഇവർ ഈ നാട്ടിലൂടെ ഇങ്ങനെ കാട്ടിലൂടെ ഒക്കെയുള്ള യാത്രയാണ്. കുന്തിയെ പോലെ കഷ്ടപ്പാട് അനുഭവിച്ച ഒരു സ്ത്രീയെ മഹാഭാരതത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. എങ്കിലും ആദി പർവ്വത്തിലെ 110-ാം അധ്യായം മുതൽ അവസാനം വരെ തിളങ്ങി നിൽക്കുകയാണ് കുന്തി. നമ്മളൊക്കെ ഓർക്കും കുന്തിക്ക് വന്ന ആകെ ഒരു കറുത്ത പൊട്ടെന്ന് പറയാവുന്നത് കർണ പരിത്യാഗം മാത്രമാണ്. ബാക്കി മാതൃത്വത്തിന്റെ മഹനീയ മാതൃകയാണ്. എങ്ങനെ തന്റെ 5 മക്കളെ, 3 മക്കളെ ഉള്ളൂ താൻ പ്രസവിച്ചത്, 2 മക്കള് തന്റെ സപത്നിയാണ്. ആ 5 മക്കളെയും ഒരു ചരടിൽ കോർത്തുകൊണ്ട് എങ്ങനെയാണ് ആ അമ്മ മുൻപോട്ട് പോയതെന്ന് ഓർത്താൽ ഒരു സ്ത്രീ, മാതൃത്വത്തിന്റെ മഹനീയ മാതൃക തന്നെയാണ് കുന്തി. ധൈര്യവതി, തന്നെ ആത്മവിശ്വാസമുള്ളവൾ, ആത്മധൈര്യമുള്ളവർ. ഈ കാട്ടിലുമൊക്കെ തൻ്റെ മക്കളുടെ കൂടെ, ഏത് കഷ്ടപ്പാടിലും തൻ്റെ മക്കളുടെ കൂടെ യാത്ര ചെയ്ത് അവരെ പ്രബുദ്ധരാക്കി, അവർക്ക് വേണ്ട സമയത്ത് വേണ്ട രീതിയിലുള്ള വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ നല്ല രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവന്ന മാതാവ് ആയതുകൊണ്ടാണ് കുന്തി മാതൃകയാകുന്നത്. കൗമാര ചാപല്യം എന്ന് പറഞ്ഞ് നമുക്ക് കർണന്റെ കാര്യത്തിൽ ഒരു ഇത് കൊടുക്കാം. ഇന്നത്തെ നമ്മൾ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നതാണ് കൗമാര ചാപല്യം. അറിഞ്ഞുകൊണ്ട് മന്ത്രത്തിന് പകരം ഇന്ന് നമ്മളുടെ മക്കളുടെയൊക്കെ കയ്യിൽ മൊബൈലാണ്. ആ മൊബൈലിൽ കൂടി അവർ കാണാത്ത, അവർ ഇന്നുവരെ കണ്ടിട്ടില്ലാത്തവരുമായിട്ടുള്ള സ്നേഹം പങ്കിടുകയും തൻ്റെ മട്ടുപ്പാവിന്റെ വാതിൽ തുറന്നു കൊടുക്കുകയും, തുറന്നു കൊടുത്തു കഴിഞ്ഞ് കുന്തി പറഞ്ഞതുപോലെ പറഞ്ഞാൽ ഒരു കൗമാരക്കാരൻ സമ്മതിക്കുമോ? ഒരിക്കലും സമ്മതിക്കില്ല. അങ്ങനെ നമ്മളുടെ എത്ര പെൺകുട്ടികളാണ് ചതിയിൽ വീഴുന്നത്? നമ്മുടെ പെൺകുട്ടികൾ എല്ലാവരും ഈ മഹാഭാരതവും രാമായണവും പോലെയുള്ള ഇതിഹാസങ്ങൾ പഠിക്കണം, വായിക്കണം, കഥയറിയണം. ഏതൊക്കെ ആപത്താണ് ഒരു സ്ത്രീക്ക് ഉണ്ടാവുന്നത്, ഇല്ലേ അവൾ എങ്ങനെയൊക്കെ പെരുമാറണം, അവൾക്ക് വരുന്ന ഭാവിയിലാണേലും അവൾ പ്രായപൂർത്തിയായി കഴിയുമ്പോൾ അവളുടെ ശരീരത്തിനെയും അവളുടെ മനസ്സിനെയും അവൾ എങ്ങനെ കാത്തു സൂക്ഷിക്കണമെന്ന് കുന്തിയുടെ കഥയിൽ നിന്നാണ് നമുക്കിതെല്ലാം മനസ്സിലാക്കാം. എങ്ങനെ ഒരു സ്ത്രീ, ഒരു മാതാവ്, അങ്ങനെ പാഞ്ചാലിയുടെ കല്യാണവും കഴിഞ്ഞു. അടുത്തത് അങ്ങനെയൊക്കെ കഴിഞ്ഞ് എല്ലാവരും അറിഞ്ഞു. പാഞ്ചാലിയുടെ കല്യാണമൊക്കെ നമുക്കറിയാം, സ്വയംവരമായിരുന്നു. ദുര്യോധനനും ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും. കർണനും ഉണ്ടായിരുന്നു. കർണന് പാഞ്ചാലിയോടുള്ള വൈരാഗ്യം എന്തെന്ന് പറഞ്ഞാൽ, കർണൻ അവിടെ സ്വയംവരത്തിന് വന്നപ്പോഴേ പാഞ്ചാലി പറയുന്നുണ്ട്, നീ സൂതപുത്രനെ ഞാൻ ഭർത്താവായി സ്വീകരിക്കയില്ല. സൂതപുത്രൻ എന്ന് വിളിച്ചതിന്റെ വൈരാഗ്യമാണ് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപത്തിൽ എത്തിയത്. കർണനാണ് അതിന്റെ ചരട് മുഴുവൻ. ഇന്നലത്തെ പ്രഭാഷകൻ അത് പറഞ്ഞിരുന്നു. എൻ്റെ ക്ലാസ്മേറ്റ് ആയ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു. കർണനാണ് ഇതിന്റെ എല്ലാം സൂത്രധാരകൻ. പോയി അവളെ തലമുടിക്ക് പിടിച്ച് വിളിച്ചോണ്ട് വാ ദുശാസന. അങ്ങനെ കർണന് ഈ വൈരാഗ്യമാണ്. കർണനെ കല്യാണം കഴിക്കുവാൻ വിസമ്മതിച്ച പാഞ്ചാലിയോട്. അപ്പോൾ ഇവർ ഹസ്തിനപുരത്ത് വന്നു. ഇവർക്ക് എന്നിട്ട് ഇന്ദ്രപ്രസ്ഥം
ആയിട്ടൊരു ധൃതരാഷ്ട്രോട് വിതുരരാണ്. കുന്തിക്കാകെ 3 പേരോടാണ് ഏറ്റവും സ്നേഹം. ഒന്ന് ശ്രീകൃഷ്ണ ഭഗവാനോട്. ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ സഹോദരന്റെ പുത്രനാണെങ്കിൽ പോലും ഈശ്വരീയ അംശമുള്ളത് കൊണ്ട് ഈ ശ്രീകൃഷ്ണനെയാണ് എപ്പോഴും ഭജിക്കുന്നത്. കുന്തിയുടെ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിപ്പോൾ തൃക്കൊടുത്താനത്തപ്പന്റെ മുൻപിൽ ചെന്ന് ഭഗവാനെ മക്കളെ കാക്കണേ, ഞങ്ങൾക്കൊന്നും അസുഖം വരുത്തരുതേ ഇല്ലേ? നമ്മളെല്ലാം സ്വാർത്ഥരായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്, അവർക്ക് എല്ലാ സുഖവും ഉണ്ടാവണേ. പക്ഷെ കുന്തി പ്രാർത്ഥിച്ചത് എന്തെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങയോട് ചേർന്ന് നിൽക്കുന്ന ആപത്ത് എനിക്ക് വേണം, അങ്ങയോട് അകന്നു നിൽക്കുന്ന സമ്പത്ത് എനിക്ക് വേണ്ട ഭഗവാനെ. കൃഷ്ണനോട് ആവശ്യപ്പെട്ട ഇതാണ്. അങ്ങയോട് എന്നും ചേർന്ന് നിൽക്കുന്ന ആപത്തുകൾ ഉണ്ട്, ആ ആപത്ത് മതി എനിക്കല്ലാതെ അങ്ങയോട് അകന്നു നിൽക്കുന്ന സമ്പത്തിനോട് എനിക്ക് ഒട്ടും ആഗ്രഹമില്ല ഭഗവാനെ എന്ന് പറയുന്നുണ്ട് ഒരു സമയത്ത്. അപ്പൊ അങ്ങനെ ഇവരെ ഇന്ദ്രപ്രസ്ഥത്തിലും ഹസ്തിനപുരത്തിലുമായിട്ട് താമസിക്കുമ്പോഴാണ് ദുര്യോധനൻ അങ്ങ് ഒട്ടും തന്നെ ഇവര് ഇന്ദ്രപ്രസ്ഥത്തിലെ വീട് കാണാൻ കൊട്ടാരം കാണാൻ പോകുമ്പോൾ അവിടെ പാഞ്ചാലി വെള്ളം ഉണ്ടെന്ന് വിചാരിക്കുന്നിടത്ത് തന്റെ വസ്ത്രം പൊക്കിക്കൊണ്ടു പോകുമ്പോൾ അവിടെ വെള്ളമില്ല. അത് കഴിഞ്ഞ് വെള്ളം ഉള്ളിടത്ത് വസ്ത്രം താഴ്ത്തിയിട്ട് പോയപ്പോൾ അവിടെ വെള്ളമുണ്ടായിരുന്നു. വീഴുന്നതും ഒക്കെ നമുക്ക് കഥ അറിയാം. പാഞ്ചാലി ചിരിക്കുന്നതും ചിലവര് പറയുന്നുണ്ട് പാഞ്ചാലി ചിരിച്ചിട്ടില്ല എന്ന്, പാഞ്ചാലിയും ഭീമനും. എങ്കിലും ദുര്യോധനൻ ഇതൊക്കെ കണ്ടപ്പോൾ അസൂയ. ദുര്യോധനനും ഭാനുമതി ഭാര്യയുടെ പേര് അസൂയയാണ്. ഇവർക്ക് രണ്ടുപേർക്കും അസൂയ കൊണ്ടാണ്. ദുര്യോധനൻ ഒത്തിരി നന്മകൾ ഉണ്ടെങ്കിലും അസൂയ, തന്റെ കൂടപ്പിറപ്പാണെങ്കിൽ പോലും അവരുടെ ഉയർച്ചയിൽ അസൂയ വന്ന് തന്റെ അച്ഛനോട് പറഞ്ഞ് ചൂത് കളിക്കാൻ വിളിക്കുന്നു. ഒരു രാജാവിന്റെ, നമ്മളൊക്കെ ഓർക്കാറുണ്ട്, ധർമ്മപുത്രർ ധർമ്മദേവന്റെ മകനാണ്. ധർമ്മദേവൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ധർമ്മത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്നവൻ, അവിടെ അധർമ്മം ഇല്ല. അങ്ങനെയുള്ള ഒരാളുടെ മകനാണ് രാജാവ്. എങ്ങനെ ചൂതിന് പോയി എന്ന് നമുക്കൊരു ചോദ്യം വരുന്നുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ ഏത് രാജാവിനോടും ചൂതിന് വരാൻ വിളിച്ചാൽ പോയേ പറ്റൂ. അതൊരു രാജധർമ്മമായിട്ടാണ് കരുതുന്നത്. അങ്ങനെയാണ് ഇവർ ചൂതിന് വിളിച്ചിട്ട് ശകുനി കളിച്ച് കള്ളച്ചൂത് നമുക്കറിയാം സകലതും പണയപ്പെടുത്തി അവസാനം പാഞ്ചാലിയെയും പണയപ്പെടുത്തി. നമുക്കിവിടെ അത്ഭുതമായിട്ട് തോന്നുന്ന ഒരു കാര്യം, ഈ പാഞ്ചാലിയെ ഏകവസ്ത്രം ധരിച്ച് രജസ്വലയായ പാഞ്ചാലിയെ തലമുടിക്ക് കുത്തിപ്പിടിച്ചു വലിച്ചിഴച്ചു കൊണ്ടുവന്ന് സഭയുടെ മധ്യത്തിൽ നിർത്തിയപ്പോൾ കുന്തിയും ഗാന്ധാരിയും എവിടെയായിരുന്നു എന്നൊരു ചോദ്യം നമുക്കുണ്ട്. എന്റെ ഉള്ളിൽ വന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് കുന്തി മിണ്ടിയില്ല? എന്തുകൊണ്ട് ഗാന്ധാരി മിണ്ടിയില്ല? ഒരു സ്ത്രീക്ക് അവളുടെ അഭിമാനം എന്ന് പറയുന്നത് അവളുടെ ശരീരവും അതിനുള്ളിലെ മനസ്സുമാണ്. നമ്മുടെ ഒരു സ്ത്രീക്കുള്ളതാണ് അവളുടെ ശരീരം. കാരണം ഒരു സ്ത്രീയുടെ ശരീരം മാതാവാകാനുള്ളതാണ്. ജനിക്കുമ്പോഴേ അവളിൽ മാതൃത്വമുണ്ട്. അങ്ങനെ അമ്മയാകാനുള്ള ഒരു ശരീരം, ആ ശരീരവും അതിനുള്ളിൽ ഒരു മനസ്സൊരു സ്ത്രീക്കൊരു മനസ്സുണ്ടേ, ആ മനസ്സുമാണ് അവളുടെ സ്വത്ത്, അഭിമാനം. അതാണ് അതിന് കേടുവരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എത്രയോ പെൺകുട്ടികളാണ് ഇവിടെ ജിഷ, നമ്മളുടെ അടുത്ത് തന്നെ കേരളത്തിൽ തന്നെ സംഭവിച്ച ജിഷ, അങ്ങനെ ഒരു പേര് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, നിർഭയ, അങ്ങനെ എത്രയെത്ര പെൺകുട്ടികളാണ് അപമാനത്തോടുകൂടി തന്റെ ശരീരത്തിനെ അപമാനപ്പെടുത്തിയിട്ട് മരണത്തിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ കാണുന്ന ഒരു സ്ത്രീയുടെ അഭിമാനമായ ശരീരത്തിനെ ഒരു വിലയും കൽപ്പിക്കാതെ ഏകവസ്ത്രധാരിണിയായി തലമുടിക്ക് പിടിച്ചു വലിച്ചിഴച്ചുകൊണ്ട് പാഞ്ചാലിയെ സഭയുടെ മധ്യത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഏറ്റവും നമുക്ക് വിഷമം തോന്നിച്ച ഒരു സന്ദർഭമാണ് മഹാഭാരതത്തിലെ ഈ ഒരു പാഞ്ചാലി വസ്ത്രാക്ഷേപം. പിന്നെ നമുക്ക് അവിടെ ആശ്വാസം തരുന്ന എന്താണ്? ഭഗവാൻ. അതിൽ നിന്ന് വ്യാസ ഭഗവാൻ നമുക്ക് തരുന്ന സന്ദേശം, നമ്മളുടെ ആപത്ത് സമയത്ത് ഈശ്വരനെ നമ്മൾ സ്മരിക്കണം. വെറുതെ സ്മരിച്ചാൽ പോരാ, ആത്മാർത്ഥമായി വിളിക്കണം. കൃഷ്ണ സഖേ നീ കാണുന്നില്ലേ? ഇതൊക്കെ കാണുന്നില്ലേ സഖേ? കൂട്ടുകാരനായിട്ടാണ് പാഞ്ചാലി കരുതിയിരിക്കുന്ന കൃഷ്ണനെ. നീ ഈ അധർമ്മം കാണുന്നില്ലേ ഭഗവാനെ?
ദുശാസനൻ തലമുടിക്ക് പിടിച്ചാണ് കൊണ്ടുവരണത്. നോക്കൂ, ഒരു സ്ത്രീയെ, ആ രംഗം നമ്മളൊന്ന് ആലോചിച്ചാൽ നമുക്ക് ഏറ്റവും കണ്ണുനീർ വരുന്ന ഒരു രംഗമാണ് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം. അപ്പൊ ആ സമയത്ത് കുന്തി ഇല്ലയോ എന്താണെന്നുള്ളത് ഒരു ചോദ്യമാണ്. അത് പോട്ടെ, ചോദ്യം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഇത് നടന്ന സമയത്ത് ഇങ്ങനെ ഒരു വസ്ത്രാക്ഷേപം നടന്നു. കർണനാണ് അതിനെ എരിവ് കയറ്റി കൊടുക്കുന്ന. കർണൻ പറയുന്നുണ്ട്, നീ ആരാണ്? ഇപ്പൊ നീ പണയപ്പെട്ട വസ്തുവാണ്. നിന്റെ ഭർത്താക്കന്മാരൊക്കെ പണയപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ദുര്യോധനന്. ഇനി നീ ഞങ്ങളുടെ ദാസിയാണ്, നീ ഇനി രാജകുമാരിയൊന്നും അല്ല. അതുകൊണ്ട് ദുര്യോധനനാണെങ്കിൽ തന്റെ തുട കാണിച്ചിട്ട് അങ്ങോട്ട് വന്നിരിക്കൂന്നാ പറയണത്. ഭീമൻ അപ്പൊ പറയണ്ടേ, ഈ തുട ഞാൻ തല്ലി പൊട്ടിക്കും, എന്റെ ഗത കൊണ്ട് ഞാനിത് പൊട്ടിക്കുമെന്ന് പറയുന്നത്. അപ്പോഴാണ് ദുശാസനോട് പറയുന്നുണ്ട്, നിന്റെ ചോര കൊണ്ട് മാറിടം പിളർന്ന് ആ ചോര ഞാൻ കുട്ടിക്കും. സഹിക്കാൻ പറ്റുന്നില്ല ഭീമനും. പക്ഷേ അവരെ പണയപ്പെട്ട വസ്തുവായതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായരായിട്ട് തലയും കുനിച്ച് നിന്നു ഈ 5 പ്രബലന്മാരായ മക്കൾ കുന്തിയുടെ. മനഃപൂർവ്വമായിരിക്കാം വ്യാസഭഗവാൻ കുന്തിയെ അവിടെ കൊണ്ടുവരാത്തത്. കാരണം കുന്തിക്ക് ഇത് സഹിക്കില്ല. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അപ്പോൾ തന്നെ ഭീഷ്മരും വിതുരരും ഒക്കെ പറയേണ്ടത്. വിതുരർ അന്ന് അവിടെ നിന്ന് ഇറങ്ങിയതാണെന്നാണ് പറയപ്പെടുന്നത്. വിതുരരെയും മഹാമോശമായിട്ട് സംസാരിക്കുന്ന കർണനും ദുര്യോധനനും. അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങി. അവരുടെ ഒരു വരം കൊടുക്കാൻ ധൃതരാഷ്ട്രോട് പറയുന്നുണ്ട്, അങ്ങ് കാണിക്കുന്ന മഹാപാപമാണ്, ഇത് നാശത്തിലേക്കുള്ള വഴിയാണെന്ന് പറയുമ്പോൾ ധൃതരാഷ്ട്രർ ചോദിക്കുന്നുണ്ട് പാഞ്ചാലിയോട്, നിനക്ക് എന്താണ് മോളെ വേണ്ടതെന്ന് പറയുമ്പോൾ, എന്റെ ഭർത്താവിന്റെ അടിമത്വം, ഞങ്ങൾ അടിമകളാണ്, എന്റെ ഭർത്താവും, അത് മാറ്റിത്തരണം എന്ന് പറഞ്ഞ് അങ്ങനെ മാറ്റി. പക്ഷേ ഇവരുടെ ചൂത് കളിക്കാൻ വിളിച്ചപ്പോൾ ഇവർ ഒരു എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. തോറ്റാൽ 12 വർഷം കാനനവാസം, 1 വർഷം അജ്ഞാതവാസം. അത് നടത്തിയേ പറ്റൂ. എത്ര സ്വതന്ത്രരായാലും അങ്ങനെ ഇവര് കാട്ടിലേക്ക് പോകുന്ന ഒരു രംഗമാണ്. കുന്തി അപ്പോഴാണ് അവിടെ പ്രത്യക്ഷപ്പെടുന്ന. മരവുരി ഉടുത്ത് തന്റെ മക്കൾ 5 പേരും പാഞ്ചാലിയും കൂടി തലമുടി അഴിഞ്ഞു കിടക്കാണ്. ഇനി നിന്റെ ചോര കൊണ്ടേ എന്റെ തലമുടി കെട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ദുശാസനനോട്. അഴിച്ചിട്ട മുടിയുമായി പാഞ്ചാലി രൗദ്രഭാവത്തിലാണ്. നമ്മൾക്കറിയാം, സ്ത്രീയുടെ അഭിമാനത്തിന് കോട്ടം തട്ടുമ്പോൾ അവൾ രൗദ്രഭാവത്തിലേക്ക് പോവും. അങ്ങനെയാണ് കണ്ണകി തന്റെ ഭർത്താവിനെ അധർമ്മത്തിൽ കൊന്നു എന്ന്, മധുര രാജാവ് കൊന്നു എന്നറിഞ്ഞപ്പോൾ ഭദ്രകാളിയായി മാറി തന്റെ മാറിടം പറിച്ചെറിഞ്ഞ്, ഇനി എന്റെ ഈ മാറിടം കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം, എനിക്കൊരു കുഞ്ഞിക്കാല് കാണാൻ എന്റെ ഭർത്താവ് ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞ മാറിടം പറിച്ചെറിഞ്ഞാണ് മധുര നഗരത്തിനെ വെന്ത് ചാമ്പലാക്കിയത്, തീ വെച്ച് ചാമ്പലാക്കിയത്. അതുകൊണ്ട് അത്രയ്ക്ക് കോപം, ആ കോപത്തിൽ നിന്ന് അങ്ങനെ സ്ത്രീ രൗദ്രയാകുമ്പം അങ്ങനെയാണ് പാഞ്ചാലിയും മനസ്സിൽ കോറിയിട്ടു, ഇവർക്കൊക്കെ ഞാൻ ഇനിയും ഇതിന്റെയൊക്കെ എനിക്ക് സമയം വരും, എന്റെ സമയമാകട്ടെ എന്ന് പറഞ്ഞ്. അത്ര അപമാനമായിരുന്നു ഒരു സ്ത്രീക്ക് ആ സഭയിൽ. ഇതൊക്കെ നമ്മൾക്ക് തരുന്ന പാഠങ്ങളുണ്ട്. ഓരോ വരികളും ഓരോ പാഠങ്ങളാണ്. മഹാഭാരതവും രാമായണവും. കാരണം വേദങ്ങൾ നമ്മൾക്ക് പെട്ടെന്ന് ഗ്രഹിക്കുവാൻ സാധിക്കാത്തത് കൊണ്ട് അവയെ ദൃശ്യവൽക്കരിച്ചിട്ടാണ് നമുക്ക് ഇതിഹാസങ്ങളും പുരാണങ്ങളും തന്നിരിക്കുന്നത്. കഥാരൂപേണ, കവിതാരൂപേണ, സ്തുതി രൂപേണ, ഇങ്ങനെയൊക്കെ നമുക്ക് തന്നിരിക്കുന്നത് നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ശ്രീരാമസ്വാമിയുടെ കഥ, ഈ മഹാഭാരതത്തിന്റെ കഥ, ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് ഒരു കുടുംബം എങ്ങനെ നാശത്തിലേക്ക് പോയി, എങ്ങനെയാണ് അത് നാശത്തിലേക്ക് പോയത്, 2 സഹോദരന്മാരുടെ മക്കൾ തമ്മിലുള്ള വൈരം എങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോയി. ഇന്ന് നമ്മൾ യുദ്ധത്തിന്റെ ആ ഒരു യുദ്ധമുനയിലായിരുന്നു കഴിഞ്ഞ 2 ആഴ്ച. നമ്മളൊക്കെ പ്രാർത്ഥിച്ചതിന് കണക്കില്ല. ഭഗവാന്റെ അടുത്തൊക്കെ വന്ന് നമ്മുടെ വീരജവാന്മാർക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും യുദ്ധം തീരണേ ഭഗവാനെ, നന്മയായി തീരണേ. കാരണം യുദ്ധം എന്നും ദുഃഖമേ തന്നിട്ടുള്ളൂ. എവിടെയായാലും എത്രയോ പേര് വിധവകളാകും. സ്ത്രീകളെയാണ് അത് കൂടുതൽ ബാധിക്കുന്നത്, കുഞ്ഞുങ്ങളെയാണ് കൂടുതൽ ബാധിക്കുന്നത്, പ്രകൃതിയെയാണ് ബാധിക്കുന്നത്. മഹാഭാരതം ഇത് നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. ഒരു യുദ്ധം കൊണ്ടുണ്ടാകുന്ന അനന്തര ഫലങ്ങൾ വരച്ചു കാട്ടുകയാണ് വ്യാസ ഭഗവാൻ. അങ്ങനെ ഇവര് അജ്ഞാതവാസത്തിന് പോകുകയാണ്. കാനന വാസത്തിൽ 12 കൊല്ലം. അപ്പോൾ
കുന്തി എന്താ വേണ്ട? കുന്തി ഇന്ദ്രപ്രസ്ഥത്തിലാണോ ഹസ്തിനപുരത്തിലാണോ? അല്ല, കുന്തി ആ 2 രാജകൊട്ടാരത്തിലും ഇരുന്നില്ല. പലരും പറയുന്നുണ്ട് തന്റെ ഭർത്ത സഹോദരനെയും സഹോദരിയെയും സേവിച്ചുകൊണ്ട് കുന്തി അല്ല, കുന്തി വിതുരരുടെ ഗൃഹത്തിലായിരുന്നു. സാധാരണ വിതുരർ അവിടുന്ന് പടിയിറങ്ങി ഒരു സാധാരണ ഗൃഹത്തിൽ താമസിക്കുകയായിരുന്നു. ആ സാധാരണ വ്യാസഭഗവാന് ഒരു ദാസിയിൽ ഉണ്ടായ പുത്രനാണ് വിതുരർ. ആ വിതുരരുടെ ഗൃഹത്തിൽ ഒരു സാധാരണക്കാരിയായിട്ട് ഈ 12 വർഷവും തന്റെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നമ്മൾ ഈ പ്രാർത്ഥനയെ കുറിച്ച് പറയും. ഇവിടെ ഇപ്പം 2 പ്രാർത്ഥനയാണ് ഇവിടെ ചിത്ര പറഞ്ഞത്. ആദ്യത്തെ പ്രാർത്ഥന വളരെ അമ്മയെ കുറിച്ചുള്ളത്. അതേപോലെ മക്കൾക്ക് വേണ്ടി നമ്മുടെ രാമായണത്തില് കൗസല്യ പ്രാർത്ഥിക്കുന്നുണ്ട്. വനവാസത്തിന് പോകുന്ന ശ്രീരാമസ്വാമി വനവാസത്തിന് പോകാൻ തയ്യാറെടുക്കുമ്പോൾ, ഹേ സൃഷ്ടികർത്താവേ വിരിഞ്ച പത്മാസന പുഷ്ടദയാബ്ദേ പുരുഷോത്തമാഹരേ മൃത്യുഞ്ജയ മഹാദേവ ഗൗരീപതേ വൃത്രാരി മുൻപായ ദിക്പാലകന്മാരേ ദുർഗേ ഭഗവതി ദുഃഖ നിവാരിണി സർഗസ്ഥിതിലയകാരിണി ചണ്ഡികേ എൻ മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തൻ മതി കെട്ടുറങ്ങിടുന്ന നേരവും സമ്മോദമാർന്ന് രക്ഷിച്ചിടുവിൻ നിങ്ങൾ. കൗസല്യയുടെ ഹൃദയം നൊന്തുള്ള പ്രാർത്ഥനയാണ്. അലറി വിളിച്ച് സകല ചരാചരങ്ങളോടും, അലറി വിളിച്ച് പ്രപഞ്ചത്തിലെ സകല ശക്തികളോടും ഹൃദയം നൊന്ത് ഉച്ചത്തിൽ ചൊല്ലുന്ന പ്രാർത്ഥന നമ്മളെല്ലാ അമ്മമാരും ദിവസവും ചൊല്ലണം. കാണാതെ പഠിക്കണം. ഇത് ചൊല്ലിയാൽ നമ്മുടെ മക്കൾക്ക് ഇതൊരു രക്ഷാകവചമായി അവരുടെ കൂടെ ഉണ്ടാവും. അനുഭവമാണ്. ഞാൻ പലർക്കും ഇത് പറഞ്ഞു കൊടുത്ത് രാമായണ സമയത്ത് കർക്കിടക മാസത്തിൽ പറയുമ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ എടുത്തു വായിക്കണം, നിങ്ങൾ കാണാതെ പഠിക്കണം എന്ന് ഞാൻ പറയാറുണ്ട്. ഇത് പഠിച്ചിരിക്കണം, ഇത്രയും വരികൾ. കാരണം സകല ദൈവങ്ങളോടും ഞാൻ സന്ദർഭവശാൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ആ പ്രാർത്ഥനയും കൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി. കുന്തിയും ഇതുപോലെയാണ്, എൻ്റെ കുഞ്ഞുങ്ങളെ കാത്തോളണേ കൃഷ്ണ എന്ന് പ്രാർത്ഥിച്ച് 12 വർഷം കഴിഞ്ഞു. അജ്ഞാതവാസവും കഴിഞ്ഞു. തിരിച്ച് അവര് രാജ്യത്തിലേക്ക് മടങ്ങി വരുവാൻ ദുര്യോധനാദികൾ സമ്മതിച്ചില്ല. അവർ വാശി കാണിച്ചു. 1 ഇഞ്ച് ഭൂമി പലരും ദൂതുമായി പോയി. അവസാനം ശ്രീകൃഷ്ണ ഭഗവാൻ ദൂതുമായി പോയപ്പോഴും ദുര്യോധനൻ പറഞ്ഞു, 1 ഇഞ്ച് ഭൂമി ഞാൻ വിട്ടുകൊടുക്കില്ല, സൂചി കുത്താൻ സ്ഥലം വിട്ടുകൊടുക്കില്ല. എത്ര വലിയ രാജ്യമാണ് ഹസ്തിനപുരവും ഇന്ദ്രപ്രസ്ഥവും. 1 സൂചി കുത്താൻ ഇടം കൊടുക്കില്ല. ഇപ്പൊ ഈ ധർമ്മപുത്രർ ആലോചിക്കുന്നുണ്ടേ. ധർമ്മപുത്രൻ നിഷ്കളങ്കനാണ്. എത്ര മാനവ ശിഖാമണികളാണ് കിരീടവും ഒക്കെ ചൂടി പെരുമ്പറ കൊട്ടി എന്റെ രാജ്യം, ഇത് എന്റെ രാജ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലുണ്ട് ജീവിച്ചിരുന്നു. എത്ര മാനവ ശിഖാമണികളാണ്, എത്ര രാജാക്കന്മാരാണ് കിരീടമൊക്കെ ചൂടിയിട്ട് ചെണ്ട കൊട്ടിയും ഇതെന്റെ രാജ്യം, ഞാൻ പിടിച്ചടക്കിയതാണ്, തൃക്കൊടിത്താനം എന്റെ കീഴിലായി, ഇപ്പോൾ പെരുന്നയും തൃക്കൊടിത്താനവും ഒക്കെ എന്റെ കീഴിൽ വന്നു എന്ന് പറഞ്ഞ് അഹങ്കരിച്ചിരുന്ന ഞാൻ ഒരു ദിവസം താണ്ടെ ഈശ്വരൻ പറഞ്ഞ് അങ്ങ് പോരേന്ന് പറയുമ്പോൾ തൃക്കൊടിത്താനവും ഇല്ല, പെരുന്നയും ഇല്ല. നമ്മൾ എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്ക് പോലും അറിയില്ല. കൊറോണ സമയത്ത് നമ്മൾ കണ്ടതാണ് ഓരോ മൃതശരീരങ്ങളും എങ്ങനെയാണ് അടക്കിയിരുന്നതെന്ന്. പൊതിഞ്ഞു കെട്ടി അതിന്റെ പുറത്ത് ബ്ലീച്ചിങ് പൗഡറും ഇട്ട്. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. നമ്മൾ കർപ്പൂരവും ചന്ദനവും ഒക്കെ ഇട്ട് ദഹിപ്പിക്കുന്ന ആ ശരീരം പ്ലാസ്റ്റിക്കിലല്ല, എന്തിലോ പൊതിഞ്ഞു കെട്ടി 6 അടിയല്ല 12 അടി മണ്ണിലേക്ക് വലിച്ചെറിയുമായിരുന്നു കൊറോണ സമയത്ത്. എന്തു ചെയ്യും? ഇതാണ് മനുഷ്യൻ. അങ്ങനെയുള്ള നമ്മളുടെ മരണം എങ്ങനെയാന്ന് നമുക്കറിയില്ല. ഭഗവാനെ, അന്തസ്സായിട്ടൊരു മരണം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുക. അതാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. മക്കളെയൊക്കെ കണ്ടുകൊണ്ട്
ഒരു തുള്ളി വെള്ളം ആരെങ്കിലും തന്നൊക്കെ നമ്മൾക്ക് അവസാന ശ്വാസത്തിൽ ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടാവണം. അങ്ങനെ ആ ഒരു സമയത്ത് ഇവര് തിരിച്ചു വന്നു, യുദ്ധമായി. അപ്പോൾ ഈ യുദ്ധം തുടങ്ങാറായി. യുദ്ധത്തിന് വന്നപ്പോൾ കുന്തിയോട് എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. കുന്തി ഉടനെ ഒരു വിദുലവാക്യം, വിദുലയുടെ ഉപദേശം, സിന്ധു രാജ്യത്തെ സഞ്ജയൻ എന്ന രാജകുമാരൻ തോറ്റു വന്നിരിക്കുമ്പം വീട്ടിൽ വരുമ്പം വിദുല എന്ന രാജകുമാരി കൊടുക്കുന്ന ഒരു പ്രചോദന മന്ത്രമുണ്ട്. മുഹൂർത്തം ജ്വലിതോശ്രേയോ നച ധൂമായിതം ചിരം. നീ ഒരു സെക്കൻഡിലേക്ക് തോറ്റിരിക്കുക മകൻ, യുദ്ധത്തിൽ തോറ്റിട്ട് തലയും കുനിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ പറയാ, നീ തല നൂർത്തി വെക്ക്, നീ എന്തായി കാണിക്കണേ? ഒന്ന് തോറ്റു എന്ന് പറഞ്ഞാൽ ജീവിതം അവസാനിച്ചോ മകനെ? ഇന്ന് നമ്മളുടെ 10ഉം 12ഉം ഒക്കെ റിസൾട്ട് വന്ന സമയമാണ്. നമ്മുടെ കുട്ടികൾ ആരും ആപത്തിലേക്ക് പോകാതിരിക്കട്ടെ. ആ 0.5%, ആ 99.5 ജയിച്ചു, 0.5 ഉണ്ടല്ലോ, അവരെയും കൂടി നമ്മൾ ഓർക്കണ്ടേ. അതേപോലെ +2-ലും അവരൊന്നും അവർക്ക് ദുർബുദ്ധി തോന്നരുതേ എൻ്റെ മക്കളേന്ന് ഞാൻ എല്ലാ ക്ലാസ്സുകളിലും പറയാറുണ്ട്. ഈ വിദുലയുടെ ഈ ഒരു വാക്യമാണ് കുന്തി ഉദ്ധരിക്കുന്നത് അവിടെ. എന്നിട്ട് കുന്തി പറഞ്ഞു വിടുന്നുണ്ട് കൃഷ്ണനോട്, ചെന്ന് പറയൂ എന്റെ മക്കൾ ഇനിയും ഭിക്ഷ യാചിക്കരുത്. അവർ പ്രജാപതിയുടെ ബാഹുക്കളിൽ നിന്ന് വന്നവരാണ്. അവർക്ക് ക്ഷത്രവീര്യമാണ്. ക്ഷത്രവീര്യം എന്ന് പറഞ്ഞാൽ ക്ഷത്രിയ ധർമ്മം യുദ്ധം ചെയ്യുക എന്നതാണ്. അനീതി കാണുമ്പോൾ യുദ്ധം ചെയ്യുക, അവരെ സംരക്ഷിക്കുക. സമൂഹത്തിനെ സംരക്ഷിക്കേണ്ട കടമ ക്ഷത്രിയർക്കാണ്. അതാണ് അവരുടെ ജോലി. ഇനിയും ഭിക്ഷ തണ്ടരുത്. പിന്നീട് പറയുന്ന വാക്കാണ്, അവരുടെ അച്ഛന്റെ ഭാഗം ഉയർത്തണം എൻ്റെ മക്കൾ. നമ്മുടെ മക്കൾ നമ്മുടെ മാതാപിതാക്കളുടെ യശസ് ഉയർത്തണം. നമ്മുടെ മക്കൾ നമ്മുടെ അച്ഛന്റെയും അമ്മയുടെയും അഭിമാനം കാത്തു സൂക്ഷിക്കാൻ കടമയുള്ളവരാണ്. മക്കളോട് നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കണം. എൻ്റെ കോളേജിൽ ഞാൻ ചിലപ്പോൾ PTA-ക്ക് ചില പേരൻസ് വന്ന് തലയും കുനിച്ചിരിക്കേണ്ട വരുമ്പോ എനിക്ക് വളരെ സങ്കടം തോന്നാറുണ്ട്. ഞാൻ കുട്ടികളോട് പറയും, നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും ഞങ്ങളുടെ മുൻപിൽ തലയും കുനിച്ച് വന്ന് നിൽക്കാൻ നിങ്ങൾ ഇടവരുത്തരുതേ മക്കളെ എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ കുട്ടികളുടെ തെറ്റിന് നമ്മൾ അവിടെ പോയി തല കുമ്പിട്ട് അധ്യാപകരുടെ മുൻപിൽ നിൽക്കേണ്ട, ഇല്ല ആരുടെയെങ്കിലും ഒക്കെ മുൻപിൽ നിൽക്കേണ്ടി വരേണ്ട ഒരു ഗതികേട് ഉണ്ടാവരുതേ ഭഗവാനെ. അപ്പോൾ ഇത് പറഞ്ഞാണ്, വിദുലവാക്യം പറഞ്ഞ് പ്രചോദനം കൊടുത്ത് കുന്തി അവരെ ഉയർത്തുകയാണ്, അവർക്ക് ധൈര്യം കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട്, അത്ഭുതകരമായ പ്രവർത്തികൾ കൊണ്ട് മറ്റുള്ളവരെ അതിശയിപ്പിക്കണം. അവനാണ് പുരുഷൻ. നമുക്ക് ഓരോരുത്തർക്കും ഇത് ബാധകമാണ്. നമ്മുടെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് അതിശയം ഉണ്ടാവണം. അസൂയല്ല കേട്ടോ, അതിശയിക്കണം. ആ അതിശയം കണ്ട് അവർക്ക് അതുപോലെ പെരുമാറുവാനുള്ള, നമ്മളൊക്കെ ആരെയൊക്കെ മാതൃകയാക്കിയാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. എൻ്റെ ഗുരുക്കന്മാരുടെ പേര് പറഞ്ഞാൽ, അതിനാണ് ഞാൻ എല്ലാവരുടെയും ഒരുമിച്ച് പറഞ്ഞത്. എത്ര പേരുടെ അനുഗ്രഹമാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. നമ്മളാകുന്നത്. നമ്മൾ മാത്രം വിചാരിച്ചാലാണോ? അഹം എന്ന ഭാവം നമുക്ക് വേണ്ട. അപ്പോൾ കുന്തി അത് പറയുന്നുണ്ട്, നിന്റെ ക്ലൈബ്യം മാറ്റി. ഇത് തന്നെയാണ് ഭഗവാൻ സാഖ്യയോഗത്തിലെ 3-ാം അധ്യായം, ക്ലൈബ്യം മാസ്മഗമപാർത്ഥ നൈതത്തെ ഉപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ട പരന്തവ. പരന്തവ, മറ്റുള്ള ശത്രുക്കൾ നിന്നെ നോക്കി ഭയന്ന് വിറയ്ക്കുകയാണ് അർജുന. പരന്തവ എന്ന് പറഞ്ഞാൽ അതാണ്. നിന്റെ ശത്രുക്കൾ നിന്നെ നോക്കി വിറച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നീ തലയും കുമ്പിട്ട് ഇവിടെ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ്, അതൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സതീഷ് ഇവിടെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. ഭഗവത്ഗീത മഞ്ജുളയും അങ്ങനെ തലകുമ്പിട്ടിരിക്കുന്ന പറയുന്നത് പോലെയാണ് കുന്തി. ചെന്ന് പറയൂ കൃഷ്ണ, നീ അവര് ഒരു സെക്കൻഡിലേക്ക് ഉദിച്ചുയരാൻ പറഞ്ഞ, അങ്ങനെ ഇനി ഭിക്ഷ തണ്ടരുത്, നീ ക്ഷത്രവീര്യം കാണിക്കണമെന്ന് പറഞ്ഞ് അവരെ യുദ്ധത്തിലേക്ക് നയിച്ചു. യുദ്ധം എന്താ സംഭവിച്ചതെന്നൊക്കെ നിങ്ങൾക്കറിയാം. യുദ്ധത്തില് അവസാനം യുദ്ധം ചെയ്യുന്നതിന് മുൻപ് ഒരു രംഗവും കൂടി ഉണ്ട്. കർണനെ വിദുരര് പറയും കുന്തിയോട്, കർണനും കൂടി നമ്മുടെ ഭാഗത്ത് വരണം, നമ്മൾ വളരെ കുറവേ ഉള്ളൂ, കൃഷ്ണൻ ഉണ്ട് നമ്മുടെ കൂടെ, ഭഗവാൻ പോലും. കർണനെ കാണുന്ന ഒരു രംഗവും കൂടി ഉണ്ട് കുന്തി. വർഷങ്ങൾ കൂടി തൻ്റെ മകനെ കാണുന്നു. മകനപ്പോൾ സന്ധ്യാസമയത്ത് സന്ധ്യാപ്രാർത്ഥനയിലാണ് സൂര്യഭഗവാനെ നോക്കി അസ്തമിക്കുന്ന തൻ്റെ സ്വപിതാവിനെ. കർണൻ ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞതാണ്, കുന്തിയുടെയും സൂര്യഭഗവാന്റെയും മകനാണെന്നൊക്കെ അറിഞ്ഞുകൊണ്ട്. അമ്മ എന്താണ് രാധേയനായ ഞാൻ
അങ്ങയെ നമസ്കരിക്കുന്നു എന്നാണ് പറയുന്നത് കുന്തിയെ കണ്ട ഉടനെ കുന്തി പറയും, നീ രാധേയനല്ല, നീ കുന്തിയുടെ മകനാണ്, എനിക്ക് പറ്റിയ ഒരു പിഴവാണ് മകനെ എന്ന് പറയുമ്പോൾ കർണന്റെ ഭാഷണം നമ്മൾ ശ്രദ്ധിക്കണം. അമ്മ എന്താ ഈ പറയണം? അമ്മയുടെ എനിക്ക് ക്ഷത്രിയന്മാരുടെ ഒരു സംസ്കാരം എനിക്ക് ലഭിച്ചോ? അമ്മയുടെ ആ ഒരു പ്രവൃത്തി കൊണ്ട് ഞാൻ എവിടെയെല്ലാം അപമാനിക്കപ്പെട്ടു അമ്മേ, എത്ര സ്ഥലത്ത് അമ്മയുടെ ആ ചെയ്തി കാരണം എന്ന് പറഞ്ഞ് കർണൻ പറയുന്നുണ്ട്, എന്നെ ഞാനാക്കിയത് ദുര്യോധനനാണ്, ദുര്യോധനനോട് ഞാൻ വഞ്ചന കാണിക്കയില്ല, ഇനി ഞാൻ നിങ്ങളുടെ കൂടെ കൂടി എനിക്ക് രാജ്യം കിട്ടിയാൽ പോലും ഞാൻ ദുര്യോധനന്റെ കാൽക്കൽ അത് സമർപ്പിക്കും, കാരണം എനിക്ക് കടപ്പാട് ദുര്യോധനനോടാണ്. അതുകൊണ്ട് അമ്മ തിരിച്ചു പോകൂ, അമ്മ വന്നതിന് ഞാൻ ഒരു കാര്യം ചെയ്യാം, അമ്മയുടെ 4 മക്കളെ എന്റെ കയ്യിൽ കിട്ടിയാലും ഞാൻ കൊല്ലുകയില്ല, പക്ഷെ അർജുനനെ ഞാൻ വിടുകയില്ല. അപ്പോൾ എങ്ങനെയായാലും അമ്മയ്ക്ക് 5 മക്കൾ ഉണ്ടാവും എന്ന് പറഞ്ഞ് തിരിച്ചു വിടുന്ന ഒരു രംഗമുണ്ട്. കുന്തി തന്റെ മാറോട് ചേർത്ത് കർണനെ അനുഗ്രഹിച്ചിട്ട് മടങ്ങിപ്പോകുമ്പോൾ കർണൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ആ അമ്മ നിന്ന സ്ഥലത്തെ മണ്ണെടുത്ത് തലയിൽ തൂകിയിട്ട് ആ മണ്ണിലേക്ക് തന്റെ മുഖം അമർത്തി പൊട്ടിപ്പൊട്ടി കരയുന്ന ഒരു രംഗം. സത്യം, ഒരു മാതാവിന്റെയും ഒരു പുത്രന്റെയും ബന്ധം, തന്റെ പുത്രന്റെ സ്നേഹം അറിയാതെ, അമ്മയുടെ സ്നേഹം അറിയാതെ, രാധ നന്നായി സ്നേഹിച്ചു വളർത്തി എങ്കിൽ പോലും പ്രസവിച്ച അമ്മയുടെ സ്നേഹം അറിയാതെ വളർന്ന കർണൻ അന്ന് പൊട്ടിക്കരയുന്ന രംഗം നമുക്ക് മഹാഭാരതത്തിൽ കാണാം. അങ്ങനെ യുദ്ധം കഴിഞ്ഞു, എല്ലാവരും മരിച്ച സമയത്ത് ഉദകക്രിയക്ക് ഇരിക്കുന്ന സമയത്താണ് എല്ലാവരും ഉദകക്രിയ കൗരവര് മുഴുവനും മരിച്ചു. ഗാന്ധാരി യുദ്ധ സ്ഥലത്തേക്ക് വരുന്നു. എല്ലാവരും വരുമ്പോ ഗാന്ധാരി കൃഷ്ണനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കൃഷ്ണ, ഇതിനെല്ലാം കാരണം നീയാണ് എന്റെ ഈ ഒരു സാഹചര്യം ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഗാന്ധാരിയുടെ മാതൃധർമ്മം അവിടെ ഏറ്റവും നമ്മൾക്ക് മനസ്സിലാവും, മാതൃധർമ്മം പാലിക്കപ്പെടാത്തത് കൃഷ്ണൻ പറയുന്നുണ്ട്. അമ്മ കണ്ണുകെട്ടി, അമ്മയുടെ ഭർത്താവോ കണ്ണുകെട്ടിയാണ് ജീവിച്ചത്, അമ്മയും കൂടി അപ്പോൾ കണ്ണും കെട്ടി. തന്റെ മക്കൾ ഏതു വഴിക്ക് പോകുന്നു എന്ന് എങ്ങനെ അറിയുന്നു അമ്മയൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? അന്ധത അമ്മ സ്വയം വരിച്ചതാണ്, തപസ്സായിരുന്നു ഗാന്ധാരിയുടെ. നമ്മൾ ഇന്ന് ഓർക്കണം, കൗമാരം വരെ ഈ ലോകത്തിലെ വർണ്ണക്കാഴ്ചകൾ കണ്ട ഗാന്ധാരി തന്റെ ഭർത്താവ് അന്ധനാണെന്നറിഞ്ഞപ്പോൾ പട്ടുശീല കൊണ്ട് കണ്ണുമൂടി. അത് ചിലപ്പോൾ അത് ഇതിനോടുള്ള ഒരു പ്രതികാരമായിട്ടാണോ, ഭർത്താവ് അന്ധനാന്ന് തലേദിവസമാണ് അറിയുന്നത്. എന്തായാലും അന്നു മുതൽ അന്ധത കൈവരിച്ചു. അങ്ങനെ അന്ധത കൈവരിച്ചപ്പോൾ അമ്മ ചിന്തിച്ചു, അമ്മയുടെ മക്കൾ എവിടേക്കൊക്കെയാ പോകുന്നതെന്ന്. ഒരിക്കലും അമ്മ ചിന്തിച്ചില്ലല്ലോ. പിന്നെ അമ്മ എന്നെ എന്തിനു കുറ്റം പറഞ്ഞു? അമ്മയുടെ ശാപം ഞാൻ ശിരസാ വഹിക്കുന്നു. പക്ഷെ അമ്മ ഒന്ന് ചിന്തിക്കുക, അമ്മയുടെ ധർമ്മം അതാണ്. നമ്മൾ മാതൃധർമ്മത്തിന് നമുക്ക് ഗാന്ധാരിയെ നമുക്ക് എടുക്കുവാൻ സാധിക്കില്ല. പതിവ്രതാധർമ്മമാണ്. പതിവ്രതാധർമ്മം തപസ്സായിട്ട് കൊണ്ടു നടന്ന വ്യക്തിത്വമാണ്. പക്ഷെ അവിടെ നമ്മൾ ഓർക്കണം, ധൃതരാഷ്ട്ര ആ ഏകപത്നി വ്രതം പാലിച്ചിട്ടുണ്ടോ എന്ന്. ഇവര് കണ്ണും കെട്ടി സകല സൗഭാഗ്യങ്ങൾ ഉപേക്ഷിച്ച് കൂടെ ജീവിക്കുകയായിരുന്നു ഗാന്ധാരി. അദ്ദേഹത്തിന് തന്റെ ഒരു വൈശ്യ സ്ത്രീയില് യുൽസു എന്ന ഒരു മകനുണ്ടായി. അപ്പൊ അദ്ദേഹം അത്രയ്ക്ക് ഒരു സ്വാർത്ഥതയായിട്ടാണ് പോയത്. എങ്കിലും നമ്മൾക്ക് ഗാന്ധാരിയെ നമിക്കേണ്ട കാര്യമുണ്ട്. ഒരു പതിവ്രതാധർമ്മത്തിന്, ആ തപസ്സിന്, തന്റെ ഭർത്താവിന് വേണ്ടാത്തതൊന്നും എനിക്കും വേണ്ട എന്ന് പറഞ്ഞ് തന്റെ ജീവിത അന്ത്യം വരെ കണ്ണു മൂടിക്കെട്ടി ജീവിച്ചു. പക്ഷേ മക്കൾ ഏതു വഴിക്ക് പോയി എന്നല്ല, അത് ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്. അങ്ങനെ അവർക്ക് ഉദകക്രിയയുടെ സമയമായപ്പോൾ കുന്തി അവിടെ വെച്ചാണ് ഈ രഹസ്യം എല്ലാവരോടും പറയുന്നത്. ആദ്യം നിങ്ങൾ എന്റെ സീമന്തപുത്രനായ കർണന് ഉദകക്രിയ ചെയ്യൂ, ധർമ്മപുത്രരെ, ഭീമ, അർജുന. ഇത് പറഞ്ഞപ്പോഴാണ് ഇവർ ഷോക്കായത്. ഏറ്റവും ഞെട്ടിത്തരിച്ചു പോയി. ധർമ്മപുത്രർ അമ്മയോട് ഒരു ഒറ്റ പ്രാവശ്യമേ വളരെ പരുഷമായി സംസാരിച്ചിട്ടുള്ളൂ. അത് ഈ അവസരത്തിൽ അമ്മ എന്തായി പറയണത്? കർണൻ ഞങ്ങളുടെ സഹോദരനാണോ? അമ്മ ഇതെന്നെങ്കിലും ഞങ്ങളോട് ഇത് പറഞ്ഞിട്ടുണ്ടോ? ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഈ യുദ്ധം ഉണ്ടാകുമായിരുന്നോ? ഈ നാശം ഉണ്ടാവുമായിരുന്നോ? എന്റെ അഭിമന്യു, അർജുനൻ പറയണ്ട, എന്റെ അഭിമന്യു എങ്ങനെയാണ് അമ്മയെ മരിച്ചത്? അമ്മ ഇതൊക്കെ അറിയുന്നുണ്ടോ? ഇതെന്താണിത്? ഇത് എങ്ങനെയാണ് എന്ന് ചോദിച്ച് കുന്തിക്ക് ഒരു കുലുക്കവുമില്ല. പാറ പോലെ ഉറച്ചു നിന്നുകൊണ്ട് പറഞ്ഞു, എന്റെ സീമന്ത പുത്രനാണ്, നിങ്ങൾ ഉദകക്രിയ ചെയ്യൂ.
മനസ്സിനെ കരിങ്കല്ല, എന്റെ മനസ്സ് കരിങ്കല്ലാണ് മക്കളെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരോട് പറഞ്ഞ അപ്പോഴാണ് യുധിഷ്ഠിരൻ പറയുന്നത്, സ്ത്രീകൾക്ക് രഹസ്യം സൂക്ഷിക്കുക. അമ്മ ഇത്രയും നാൾ ഈ രഹസ്യം എങ്ങനെ സൂക്ഷിച്ചു? രഹസ്യം സൂക്ഷിക്കുവാനുള്ള ഒരു കഴിവ് സ്ത്രീകൾക്ക് ഉണ്ടാകാതെ പോകട്ടെ എന്ന് ഒരു ശാപം കൊടുത്തു എന്ന് പറയുന്നു. ഏതായാലും അവർ പിന്നീട് ഉദകക്രിയകളൊക്കെ ചെയ്ത് അവസാനം പിന്നെയും 10-12 വർഷം രാജാവ് രാജ്യം ഭരിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ധൃതരാഷ്ട്രക്ക് ഈ ഭീമൻ ഇടയ്ക്കിടെ കൊടുക്കും. ഇന്നലെ അതൊക്കെ ഇവിടെ പറഞ്ഞല്ലോ, ഒരു സ്വാമി പറഞ്ഞല്ലോ, ആഹാരം കൊടുക്കുമ്പോ എന്താണ് ധൃതരാഷ്ട്രക്ക് ഭീമൻ കൊണ്ട് ആഹാരം കൊടുക്കുമ്പോ പറയുന്നത് എന്താണ്? അപ്പൊ ഈ അപമാനം സഹിച്ച് ധൃതരാഷ്ട്ര ഗാന്ധാരിയോട് പറഞ്ഞു, നമുക്ക് വനവാസത്തിന് പോയി, ഇനി അതാണ് നല്ലത്. അങ്ങനെ വനവാസത്തിന് തയ്യാറെടുക്കുന്നു. ആ തയ്യാറെടുപ്പില് കുന്തിയും എല്ലാ ഒരുക്കങ്ങളും ദാനധർമ്മങ്ങളൊക്കെ ചെയ്യണം. ആദ്യം ധർമ്മപുത്രർ പറഞ്ഞു അങ്ങ് പോകണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും അവസാനം നിർബന്ധിച്ചു പോവാൻ തുടങ്ങി. എല്ലാരും റെഡിയായി. അപ്പോൾ കുന്തിയും ഇവരുടെയൊക്കെ കൂടെ ഇറങ്ങി. അപ്പോൾ ഇവരെല്ലാം ഒരു രാജപാത വരെ എല്ലാവരും അനുഗമിച്ചു. സഞ്ജയനും വിതുരരും ഇവര് 4 പേരുമാണ് പോകുന്നത്, ഗാന്ധാരിയും ധൃതരാഷ്ട്രവും. കുന്തി ഇവരുടെ കൂടെ രാജപാത വരെ പോയി എല്ലാവരും യാത്ര പറഞ്ഞപ്പോൾ കുന്തി പറഞ്ഞു, ഞാനും ഇവരുടെ കൂടെ പോവുകയാണ്. കുന്തി പോകുന്നതിന്റെ ഒരു ലാഞ്ചന പോലും മക്കൾക്ക് കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ്. തൻ്റെ ധർമ്മം എന്താണ്, തൻ്റെ നീതി എന്താണ്, തൻ്റെ കടമ എന്താണ് എന്ന് ഉള്ളിൽ മനസ്സിലാക്കി രാജപത്നിയായി വാഴേണ്ട കുന്തി വനപത്നിയായിട്ട് മാറി. വനത്തിലെ രാജകുമാരിയായിട്ട്, വനത്തിന്റെ മാതാവായിട്ട് പോകാൻ തയ്യാറെടുത്തപ്പോൾ തൻ്റെ 5 മക്കളും, അതിൽ പ്രത്യേകിച്ച് നമ്മുടെ സഹദേവനോടായിരുന്നു ഏറ്റവും ഇഷ്ടം കുന്തിക്ക്. ഈ 12 വർഷം അവർ വനവാസത്തിന് പോയപ്പോ പാഞ്ചാലിയോട് ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, മകളെ നീ എൻ്റെ സഹദേവനെ നോക്കണേ. ഏറ്റവും ഇഷ്ടം സഹദേവനോടായിരുന്നു കുന്തിക്ക്. അപ്പോൾ കുന്തി പറഞ്ഞു, സഹദേവൻ കരഞ്ഞുകൊണ്ട് അമ്മ പോകരുത്, എനിക്ക് അമ്മയെ കാണണം, അമ്മ പോവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. മക്കളെ, ജനിച്ച ഉടനെ പെട്ടിയിലാക്കി എൻ്റെ കുഞ്ഞിനെ ഒഴുക്കിയ മനസ്സാണ് എൻ്റെ, കരിങ്കല്ലാണിത്. നിങ്ങൾ എത്ര കരഞ്ഞാലും എൻ്റെ വിശ്വാസത്തിന് എൻ്റെ നിശ്ചയത്തിന് ഒരു തടസ്സവും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് ഗാന്ധാരിയുടെ കൈ തൻ്റെ തോളത്ത് വെച്ച് വനത്തിലേക്ക് യാത്രയാകുകയാണ് അവര്. ആ യാത്രയിൽ അവർ വ്യാസഭഗവാനെ കാണുന്നു. വ്യാസഭഗവാന്റെ അടുത്ത് അവസാനമായി വ്യാസഭഗവാന്റെ അടുത്ത് തൻ്റെ ഈ ദുഃഖം, തൻ്റെ മനസ്സ്, ഈ മക്കളും ഒക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ, 1 കൊല്ലം കഴിയുമ്പോൾ കാണാൻ വരുന്നുണ്ട് ഇവരെ ഈ കാട്ടില്. മക്കൾ 5 പേരും എല്ലാവരും. അപ്പോൾ വരുമ്പോൾ വ്യാസഭഗവാൻ വരുമ്പോൾ കുന്തി പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ കിടന്ന് നീറുന്ന ഒരു പ്രശ്നമാണ് എൻ്റെ കർണന്റെ പരിത്യാഗം. എനിക്ക് ആ കൗമാരത്തിന്റെ കൗതുകമായിരുന്നു എന്ന് വ്യാസഭഗവാൻ സ്നേഹത്തോടെ വിളിക്കുന്നത് മാധവി എന്നാണ്. അപ്പോൾ വ്യാസഭഗവാൻ പറയുന്നുണ്ട്, ഈ ദേവധർമ്മവും മനുഷ്യധർമ്മവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ മനുഷ്യധർമ്മത്തിന് ഒത്തിരി പരിമിതികളുണ്ട്. അപ്പൊ മനുഷ്യധർമ്മത്തിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റൂ. കാരണം ഗർഭധാരണം ദേവലോകോചിതവുമാണ്, സൂര്യഭഗവാനാണ്. പ്രസവം മനുഷ്യലോകോചിതമായിരുന്നു. അപ്പൊ ഈ 2 ദ്വന്ദ്ങ്ങളുടെ ഇടയിൽ കിടക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, മകളെ, ഇത് മനുഷ്യരുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നീ മുൻപോട്ട് പോകുക, അതിനൊരു ദോഷവുമില്ല, നിന്റെ മനസ്സിലെ ആ സംശയം മാറ്റുക എന്ന് പറഞ്ഞ് കുന്തിയെ ആശ്വസിപ്പിച്ചു. അങ്ങനെ കുന്തിക്ക് സമാധാനമായിട്ടാണ് അഗ്നിസമാധിയിലേക്ക് തൻ്റെ പുത്രനെ, ആ കർണന്റെ കരച്ചിൽ, തൻ്റെ ഉള്ളിലുള്ള ആ കർണന്റെ അമ്മേ അമ്മേ എന്നുള്ള വിളികൾ, ആ വിളി എന്നും ഉണ്ടായിരുന്നു. അത് ശമിപ്പിച്ച് വ്യാസഭഗവാൻ തൻ്റെ ഭാവിയിലേക്ക്, തൻ്റെ മുൻപോട്ടുള്ള യാത്രയിൽ പോയി അവസാനം ഹിമാലയത്തിന്റെ താഴ്വരയിൽ അഗ്നിസമാധിയിൽ അകപ്പെട്ട് കുന്തിയും എല്ലാവരും മരിക്കുകയാണ് ഉണ്ടായത്. കുന്തിയുടെ പ്രാർത്ഥന നമുക്കറിയാം, ഭഗവാനോട് ചേർന്ന് നിൽക്കുന്ന, ആപത്ത് മതി എനിക്ക്, സമ്പത്ത് വേണ്ട, കൂടാതെ ഈ സ്നേഹചാപം മുറിക്കണം. അവസാനമായി അതാണ് ഈ സ്നേഹചാപം. എനിക്ക് എൻ്റെ യദുവംശത്തിനോടും എൻ്റെ മക്കളോടും ഒക്കെ എനിക്ക് സ്നേഹമാണ്. ഈ ചാപം, ഈ ഒരു കയറൊന്ന് നീ മുറിക്കുക കൃഷ്ണ, എനിക്ക് നിന്നോട് മാത്രം മതി, എൻ്റെ എല്ലാമായ പരമ്പൊരുളെ, എനിക്ക് നിന്നോടുള്ള മാത്രം സ്നേഹം മതി എന്ന് പറഞ്ഞ ആ 2 പ്രാർത്ഥന. അങ്ങനെ കുന്തിയുടെ ജീവിതം, നമ്മൾക്കൊരു മാതാവ് എന്ന നിലയിൽ കുന്തി
ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വളരെ അഭിമാനം തരുന്നവയാണ്. കൗമാരത്തിൽ പറ്റിയ ആ ഒരു ചെറിയ കറുത്ത പൊട്ടൊഴിച്ചാൽ കുന്തിയെ ഒന്നുകൂടി പഠിക്കുക. കുന്തിയുടെ അസാമാന്യ ധൈര്യവും കുലമഹിമയും ഒക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള ജീവിതം നമ്മൾക്കൊരു പാഠമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു നാമം ഒന്ന് ജപിക്കാം. ഒരു കൃഷ്ണ കൃഷ്ണ ജപിക്കാലോ ഭഗവാന്. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിന്നു നാം വൃഥാ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാം പരിചയമായിട്ടുള്ള മുഖങ്ങളാണ്. എത്ര അഭിമാനവും എത്ര സന്തോഷവും ആണ് ഇന്നിവിടെ നിന്ന് എൻ്റെ മാതാപിതാക്കളെ ഞാൻ സ്മരിക്കുകയാണ്. എനിക്ക് തന്ന ഈ ഒരു സ്നേഹത്തിന് ഞാൻ എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. എങ്കിലും എന്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സ്നേഹം അറിയിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് വിട പറയുന്നു. ഹരേ കൃഷ്ണ.